ഞാൻ ഫുൾ ഡേ കഴിഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റിന് ഗുരുവായൂർ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് ഡെഡ് ടയർഡ്. പക്ഷെ പുള്ളിക്കാരെ അപ്പോഴും അത്രയും ഓ മൈ ഗോഡ്, ഐ എം വെരി ജെലസ് ബിക്കോസ് ഐ നോ ദാറ്റ്. Hello everyone, welcome to Your Story, Kerala's first wedding photography podcast where every untold story finds its voice. And today we have one of a wonderful personality on our couch. We have someone who makes every bride more beautiful and gorgeous on their big day. Welcome Sona on board. Hi. And welcome to our podcast. Hi. So what we would like to know is Sonata journey. What's your story? Right, my story. Okay, so I'm an architect. I mean, I used to be an architect. അപ്പം ഞാൻ 2014 graduate ചെയ്തിട്ട് I practiced till around 2019. Okay. But then I failed miserably. Because you know at one point what works for you and what doesn't. അപ്പം പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പം I realized that I love doing makeup on others. Okay. And then I wanted to make sure that before hitting 30, I thought I might as well make a switch. That's the right time. Yeah. അപ്പം അങ്ങനെ ഒരു ആർക്കിടെക്ചർ ടോക്സിക് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ലൈക്ക് ടു മീ ഇറ്റ് വാസ് ടോക്സിക്. ആൻഡ് ടു മീ എന്താ പറയുക, വർക്ക് കൾച്ചർ ഇച്ചിരി ഒബ്വിയസ്ലി ഇറ്റ്സ് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈഗോയിസ്റ്റിക് ആണ്. എവറിഥിങ് ഇസ് ലൈക്ക് എവറിബഡി ഈസ് കമ്പാരിറ്റീവ്. ഇറ്റ് സ്റ്റിൽ ഇസ്, ഈ ഫീൽഡ് അങ്ങനെയാണ്. But then probably the switch was the best decision I've made for myself because I've not enjoyed anything else in my life like I do enjoy this. So yeah. By 2019. I did a course for makeup. അത് ഞാൻ ചെയ്തു. അപ്പോഴത് പ്രൊഫഷണലി എടുക്കുന്ന വെച്ചിട്ട് ചെയ്തല്ല. Because you need a lot of confidence to work on a bride. ഷൂട്ടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇത്രയും പ്രഷർ ഇല്ല. സോ അതിൽ ഡൈവ് ഇൻ ചെയ്യുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാൻ ഒരു 2020 എൻഡ് വരെ ആയിരിക്കും. Casual shooting, you get enough time. Yeah, and then you get to rectify your mistakes and you're learning. ഒരു ബ്രൈഡിന്റെ ഒരു ബിഗ് ഡേ വെച്ച് കളിക്കാം. So then I took plenty of time to reach that point where I could, commit professionally to bridal sessions. And then yeah, so far so good. So ഒരു journey start ചെയ്ത ഒരു it's been almost 4 years. Almost 4 years അല്ലേ? ഒരു first wedding when you approached it, ആ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും? മീൻസ് the first experience what you had. So first wedding was a wedding of my cousin's friend. So she knew me personally. ഞാൻ അന്നൊക്കെ ഈ ട്രയൽ മേക്കപ്പ് കൊടുക്കുമായിരുന്നു. Because even I had to be confident. Okay. ഞാൻ ഇപ്പൊ കൊടുക്കലില്ല. It took a long time for me to stop doing that. പക്ഷെ obviously എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ട്. Because I also heard like earlier during when I started my career, there are a lot of makeup artists, they used to do the trial makeups. I think they still do. A lot of artists that do it, especially people with studio. അവർക്ക് ചെയ്യലുണ്ട്. പക്ഷെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവറിബഡി ഈസ് ബിസി റൗണ്ട് ദ ക്ലോക്ക്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം ട്രയലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മേ ബി വി കൻ ടോക്ക് ലേറ്റർ ബിക്കോസ് എ ഹോൾ അനദർ ടോപ്പിക് ഓൾ ടുഗദർ. അപ്പം ഞാൻ അന്നൊരു ട്രയൽ ചെയ്തു. ബട്ട് വാട്ട് ഐ റിമെമ്പർ വാസ് അന്ന് ഐ കുഡൻറ്റ് സ്ലീപ് ഫോർ ലൈക്ക് എ വീക്ക് ബിക്കോസ് ഇറ്റ്സ് യുവർ ഫസ്റ്റ് മേജർ ഗിഗ്. അതിനേക്കാളും കൂടുതൽ ഒരു ബ്രൈഡിനെ ഡിസപ്പോയിൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ടൈം അവർ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. ദേ വിൽ നെവർ ഗെറ്റ് ഓവർ ഇറ്റ് ബിക്കോസ് അതൊരു ഫോട്ടോഗ്രാഫി ആണെങ്കിലും എന്തായാലും ദാറ്റ് ഇസ് വാട്ട് ദേ ലുക്ക് ബാക്ക് അറ്റ്. ആൻഡ് ഇഫ് യു ഡോണ്ട് ലുക്ക് യുവർ ബെസ്റ്റ് ഓൺ യുവർ വെഡിങ് ഡേ ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. അപ്പം പക്ഷേ പുൾഡ് ഇറ്റ് ഓഫ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഷീ ട്രസ്റ്റഡ് മീ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ വർക്ക്. ആൻഡ് പിന്നെ സ്ലോ ആയിരുന്നു അത് കഴിഞ്ഞിട്ടും. അങ്ങനെ പെട്ടെന്നൊന്നും ബുക്ക്ഡ് ഔട്ട് ആവുന്നു. ബിക്കോസ് എനിക്ക് സർക്കിളും കുറവാണ്. ലൈക്ക് I was never here in town. Thrissur based ആണ്. Okay. പതുക്കെ it was a gradual process, but yeah, it took time. You take very limited weddings, right? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അങ്ങനെ ലിമിറ്റഡ് വെഡിങ്സ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. കുറച്ച് you give lot of time to the client, understanding the clients. അപ്പോൾ അങ്ങനെ ഒരു പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ചെയ്യണം? When you get a call from the bride, this is my big day which is coming up. ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ദർ ഇസ് എനി ടിപ്പ് വിച്ച് യു ഗൈഡ്സ് സജസ്റ്റ്? ഒരു കൺസൾട്ടേഷൻസ് വെക്കാറുണ്ട്?
okay. Do you really do a consultations before you get into the? So for me, consultation is super important because ഞാൻ ട്രയൽ കൊടുക്കാത്ത ആളാണ്. ഓക്കെ, സോ ഫോർ മീ ഞാൻ അതുകൂടെ പറയാം. ട്രയൽ എന്താ ഞാൻ കൊടുക്കാത്തതിൻ്റെ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വാസ് ട്രെയിൻഡ് ഇൻ ബാംഗ്ലൂർ. അവരും പൊതുവേ ഞാൻ അവിടെ കണ്ടേക്കുന്നത് ഹാഫ് ഫേസ് ട്രയൽ എന്നാണ് പരിപാടി, വിച്ച് ഐ don't agree. Like അതിൽ ഒരു ഉപയോഗം തോന്നിയിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മേക്കപ്പ് ഇസ് എ പ്രോസസ്. ലൈക്ക് you need to prep your face. That in itself takes around 20 minutes. അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ പ്രോസസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഹെയറും അക്സസറീസും അറ്റയർ എവറിഥിങ്, ലൈക്ക് ആ ഒരു ബിഗ് പിക്ചർ കണ്ടാലാണ് നിങ്ങളുടെ മേക്കപ്പ് ഓഫ് ആണോ ഓർ നിങ്ങൾ ഓക്കെ ആണോ, അത് ഹാവ് യു ഗോൺ ലൈക്ക് ഓവർ ബോർഡ് വിത്ത് മേക്കപ്പ് ഒക്കെ നമുക്ക് അപ്പോഴേ ഗേജ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രയൽ എന്ന് പറയുന്നത് ഒരു സ്വാച്ചോ ഒരു ലിപ്സ്റ്റിക് സ്വാച്ചോ അല്ലെങ്കിൽ ലാഷോ ചെയ്യുകയാണെങ്കിൽ ഫുൾ ചെയ്യുക. യു ടേക്ക് 3 hours ഔട്ട് ഓഫ് യുവർ ഡേ ആൻഡ് ദെൻ യു ഗെറ്റ് ഇറ്റ് ഡൺ. ദാറ്റ് ഇസ് എ പ്രോപ്പർ ട്രയൽ. പക്ഷെ അതിനുള്ളൊരു ടൈമും ഇതും നമുക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൺസൾട്ടേഷൻ ഇസ് വെരി എക്സ്റ്റെൻസീവ് ബിക്കോസ് ഞാൻ നല്ലോണം കണക്റ്റഡ് ആണ് ക്ലയൻസായിട്ട്. ലൈക്ക് ഒബ്വിയസ്ലി ലൈക്ക് അവരും ഇൻട്രസ്റ്റഡ് ആവണം. മിക്ക പിള്ളേരും പുറത്താണ് പഠിക്കണം. അപ്പോൾ we always have like phone conversations. അപ്പോൾ സ്റ്റൈലിംഗ് തൊട്ടിട്ട് തന്നെ I ask them like if you don't mind make me a part of your journey. ലൈക്ക് സ്റ്റൈലിംഗ് ആണെങ്കിലും ഷോപ്പിംഗ് ആണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാം സജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും യെസ് ഓർ നോ കൊടുക്കാൻ എനിക്ക് പറ്റാറുണ്ട്. ആൻഡ് a lot of people respect that also. അപ്പോൾ ആ ഒരു അവസാനം എത്തുമ്പോഴേക്കും I make sure that we are on the same page regarding the whole look. ഒരു ഹെയർ സ്റ്റാൻഡ് പോലെ എവിടെ വരണ്ടേന്നുള്ളത് നമ്മൾ അത്യാവശ്യം ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ബിഗ് ഡേയിലേക്ക് എത്തുള്ളൂ. സോ ഫോർ മീ ദാറ്റ്സ് ബീൻ വർക്കിംഗ് ഔട്ട് ഫോർ മീ ആൻഡ് മൈ ക്ലയൻറ്റ്സ്. സോ ഇറ്റ്സ് ബീൻ ഗ്രേറ്റ്. ഒരു പ്രോപ്പർ കൺസൾട്ടേഷനിലൂടെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാറ്. പിന്നെ വാട്ട് എക്സാക്ട്ലി ദേ ആർ ലുക്കിംഗ് അറ്റ്, എങ്ങനത്തെ വേ ഓഫ് സ്റ്റൈലിംഗ് ആണ് നോക്കുന്നത്, ഒരു ഹെയർ എങ്ങനെ വേണം, എങ്ങനത്തെ ടൈപ്പ് ഓഫ് മേക്കപ്പ് ആണ് വേണ്ടത്. ഇതിനിപ്പോൾ റെഫറൻസ് ഒക്കെ മിക്കപ്പോഴും തരാറില്ല. ബിക്കോസ് വെൻ ഐ ഡു ദ ഷൂട്ട് ദേ സെൻഡ് മീ ലോട്ട് ഓഫ് റെഫറൻസസ്. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഓഫ് പിൻട്രസ്റ്റിൽ എൻ്റെ ലിസ്റ്റ് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ റെഫറൻസ് അയച്ചു തരുമ്പോൾ ദർ ആർ സംടൈംസ് വിച്ച് മൈറ്റ് നോട്ട് ബി സൂട്ടിങ് ദാറ്റ് ഫേസ് ഓർ which might not suit her. അത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാം. I don't know how, കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അല്ല, ഫോർ മീ ഐ ആം വെരി ബ്ലണ്ട് അബൌട്ട് ദാറ്റ്. കാരണം മേക്കപ്പ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രഫി അതിൽ ഡിഫറൻസ് ഉണ്ട്. ഫോട്ടോഗ്രഫി എന്ന് പറയുമ്പോൾ കളർ ഗ്രേഡിങ് പരിപാടിയിൽ അവർക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല. ലൈക്ക് യോർ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിയുമ്പോൾ ഇത് ഔട്ട് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ദേ അണ്ടർസ്റ്റാൻഡ്. ബട്ട് വിത്ത് മേക്കപ്പ് ഒരു ഹുഡഡ് ഐസുള്ള ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഡ്രമാറ്റിക് വിങ് ലൈനർ ചെയ്യണമെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അല്ലെങ്കിൽ ഒത്തിരി ഓയിലിയും ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഫേസ് ഉള്ള ഒരാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഗ്ലാസ് സ്കിൻ ചെയ്യണമെന്നാണെങ്കിൽ നടക്കില്ല. ഓർ ഈവൻ വിത്ത് പീപ്പിൾ വിത്ത് ടെറ്റനോയിനൊക്കെ ഇട്ടിട്ട് ഒത്തിരി പേര് അങ്ങനെ ഏജൻറ്റ് മുഖത്ത് ആക്നിക്കുള്ള വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യണവരുണ്ടാവും. അതേമാതിരി ഡ്രൈ എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള ഇപ്പോൾ അറിയത്തില്ല, ഒത്തിരി പേര് അബ്രോഡിൽ നിന്ന് വരുന്നവർ നാട്ടിൽ വരുമ്പം I know this skin, they become dehydrated first of all. ഈ ഓട്ടൊക്കെ കാരണം സ്ട്രെസ്സും കാരണം ഒക്കെ ഇറ്റ് വിൽ ഷോ ഓൺ യുവർ സ്കിൻ. എക്സ്ട്രീംലി ഡ്രൈ ആയ സ്കിന്നിൽ എയർ ബ്രഷ് ചെയ്യാൻ പുഷ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പം ഐ ടെൽ ദം ഐ വിൽ ബി ബ്ലണ്ട് അബൌട്ട് ഓൾ ഓഫ് ദിസ്. ബിക്കോസ് എന്നെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെയും എൻ്റെയും എയിം ഒന്നാണ് ദാറ്റ് യു നീഡ് ടു ലുക്ക് യുവർ ബെസ്റ്റ്. സോ ദേ ലിസൺ ടു മീ. നമ്മളത് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്താൽ എനിക്കാണ് അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടി ബെറ്റർ ആവും. മേക്കപ്പിൻ്റെ ടേംസ് ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് മേ ബി കുറച്ചുകൂടി ഡിഫിക്കൾട്ടാവും കൺവിൻസ് ചെയ്യാൻ. അപ്പം അക്കാര്യത്തിൽ I'm like, if something doesn't work out for them, I tell them well in advance, even on that day. പക്ഷേ that doesn't mean that you should point out, ഇത് നിങ്ങൾക്ക് കുഴപ്പമുണ്ട് അതുകൊണ്ട് ഇത് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വണ്ണുണ്ട് അതാണ്. That is not fair. You shouldn't let anybody down, especially on your big day. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് പേര് അതിനെക്കുറിച്ച്. ദാറ്റ് I don't agree with that. Like ഒരിക്കലും ഒരാളുടെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ച് പറയല്ല, പക്ഷെ ഒരു പെർട്ടിക്കുലർ ലുക്ക് സൂട്ട് ആവുന്നില്ലെങ്കിൽ യു ആർ ഹെൽപ്പിംഗ് ദം ഔട്ട് ബൈ ടെല്ലിംഗ് ദം ദാറ്റ് ദിസ് വർക്ക്സ് ആൻഡ് ദിസ് ഡസന്റ് വർക്ക്. That is your responsibility. That also we need to tell it very openly, like without hurting them. Also what suits them അത് പറയുകയാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ നമ്മളത് ചെയ്തു തരാമെന്ന് പറഞ്ഞ ദാറ്റ്സ് നോട്ട്. പക്ഷെ വളരെ കുറച്ച് പേരാണ് അത് വേണ്ട എനിക്കതിനെ ചെയ്യണം എന്ന് അഡമൻ്റായി പറഞ്ഞത്. ഐ തിങ്ക് വളരെ കുറച്ച് പേരാണ്. യൂഷ്വലി എവ്രിബഡി നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ വർക്ക് പ്രോഗ്രസ് ചെയ്യും. ചിലർ തുടക്കത്തിലെ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിലും ഹാഫ് വേ ദേ നോ ദാറ്റ് ഇറ്റ്സ് ഗോണ ബി ദ ബെസ്റ്റ് ലുക്ക്. അങ്ങനെയല്ല ഞാൻ പറയണേ, കുറച്ച് ഔട്ട്പുട്ട് നല്ലതാവുന്നു കണ്ടു. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മളൊരു പ്രാവശ്യം
ഒരാളെ ബുക്കിംഗ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ യു നീഡ് ടു ഗീവ് ദ ട്രസ്റ്റ് 100% ട്രസ്റ്റ് നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമാണ് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അത് ഓക്കെ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ആർക്കും ഉണ്ടാവും. ബട്ട് ഇഫ് ദ അതർ പേഴ്സൺ ഡസന്റ് ട്രസ്റ്റ് us, ഡൗട്ട് ഒരു ഹാഫ് ഡൗട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് രണ്ടുപേർക്കും എഫക്ട് ചെയ്യും. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് ഓൾസോ. ഞാൻ എന്നെ സ്പെഷ്യലി ഞാൻ ഭയങ്കര അണ്ടർ കോൺഫിഡൻ്റ് ആവും നമ്മള്. പക്ഷെ എന്നാലും ഐ ട്രൈ ടു ഗിവ് ഇറ്റ് മൈ ഓൾ. എന്നാലും ചില സിറ്റുവേഷനിൽ ഉള്ളിൽ നമ്മള് ടെൻഷൻ അടിച്ചു പോകില്ല എന്ന് പറയുന്നില്ല. ഈ ഒരു ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ബ്രൈഡിന് ബിഗ് ഡേ എത്തണേക്കും ഇഫ് ദേ ആർ അണ്ടർഗോയിങ് സം ട്രീറ്റ്മെന്റ്സ്, സ്കിൻ ട്രീറ്റ്മെന്റ്സ്, ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ആ സ്കിൻ ഇപ്പോൾ എന്തെങ്കിലും ഓയിൻമെന്റ്സ് പറ്റുന്നവരായിരിക്കാം. ഹൗ അല്ലെങ്കിൽ എത്ര നാൾ മുന്നേ ആയിരിക്കണം they need to stop it or drop, they need to keep a drop to that particular point, ആ കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഓയിൻമെന്റ്സ് യൂസ് ചെയ്യുന്ന രീതി? സോ നമ്മൾ ഒരു ഐ ലീവ് എ ടെക്സ്റ്റ് അറൌണ്ട് 3 weeks എങ്കിലും മുമ്പ് ഞാൻ പറയും. അല്ലെങ്കിൽ യൂഷ്വലി പീപ്പിൾ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ. ഒരു മാസം മുമ്പേ പറയും ചേച്ചി ഇത് ചെയ്യട്ടെ. അപ്പോൾ 2-3 കാര്യങ്ങൾ പറയുന്നത്. വൺ ഇസ് ഹെയർ. You should not get any chemical treatment done like hair botox, smoothing, അങ്ങനത്തെ പരിപാടികളൊക്കെ ഒരു 1 month എങ്കിലും കൊടുക്കണം for you. I mean that is absolutely necessary for your hair to recover. അല്ലെങ്കിൽ ഓൾറെഡി വീക്കെൻഡ് ബോണ്ടാണ്, എല്ലാം ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ്. ഈവൻ ഇഫ് ദേ ക്ലെയിം ദാറ്റ് ഇറ്റ് ഡസൻറ്റ്, കുറച്ചൊക്കെ ബോണ്ടിനെ അഫക്ട് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിൽ വീണ്ടും നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യുവർ ഹെയർ വിൽ സ്റ്റാർട്ട് ഫ്യൂമിങ് ആൻഡ് ദെൻ അതും ദാറ്റ്സ് റിയലി ബാഡ് ഫോർ യുവർ ഹെയർ. കാരണം ഓൾറെഡി ഉള്ള കെമിക്കലാണ് അത് എക്സ്പെൽ ചെയ്യണേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതേമാതിരി അപ്പോൾ അത് ഞാൻ പറയും. ഇഫ് യു ഇൻറ്റെൻഡ് ടു ഗെറ്റ് എനി സോർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഡൺ, അറ്റ്ലീസ്റ്റ് ഗിവ് ഇറ്റ് എ മന്ത്സ് ടൈം ബിഫോർ ദ ബിഗ് ഡേ. പിന്നെ പറയേണ്ടത് ഞാൻ സ്കിന്നിൻ്റെ കാര്യമാണെങ്കിലും റെഗുലർലി ഫേഷ്യൽസും സാലോൺ വിസിറ്റ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ കീപ് ഡൂയിങ് ഇറ്റ് ബിക്കോസ് സ്കിൻ ഇസ് അക്കസ്റ്റം ടു ഇറ്റ്. പക്ഷെ മിക്ക ബ്രൈഡ്സും അയ്യോ ഞാൻ ബ്രൈഡാണ്, ഞാൻ ഇതൊക്കെ ചെയ്തേ പറ്റൂ, ബോഡി പോളിഷിങ് എന്തെങ്കിലും ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റൂ, മിക്കവരും ബ്രൈഡൽ പാക്കേജായിട്ട് ഓഫർ ചെയ്യും. പക്ഷേ ഐ ഹവ് സീൻ ലൈക്ക് മോർ ദൻ 40% ഓഫ് ഗേൾസ് ഹവ് ഗോട്ടൺ ബ്രേക്ക്ഔട്ട്സ്. അത് പിന്നെ നമ്മൾ അത് കൺസിഡർ ചെയ്യുക. ഓൾറെഡി ഒന്നും ക്ലീൻ ആയിട്ടിരിക്കും. കാരണം എല്ലാ പിള്ളേൻ്റെയും ഹോർമോണൽ ചേഞ്ചസ് ഒരു 25 കഴിയുമ്പോൾ തുടങ്ങും. അതുവരെയുള്ള സ്കിന്നല്ല 25-26 കഴിയുമ്പോൾ മിക്കവരുണ്ട്. അപ്പോൾ സ്കിൻ ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കുന്ന ഒരു ഏജാണ്. ആ സമയത്ത് ഈ സലോണിൽ പോയിട്ട് അതാ പറഞ്ഞത് അതൊരു മാസം മുമ്പ് നിങ്ങൾ ഒരു സെഷൻ ട്രൈ ഔട്ട് ചെയ്യും. എന്നിട്ട് ഇഫ് ഇറ്റ് ഗിവ്സ് ഗുഡ് റിസൾട്ട്സ് വിതൗട്ട് എനി ബ്രേക്ക് ഔട്ട് റിപ്പീറ്റഡ്. അപ്പോൾ അത് പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ ടെറ്റനോയിൻ അങ്ങനത്തെ കാര്യങ്ങൾ, അതേമാതിരി ആക്നിക്കൊക്കെ വേണ്ടി ഇൻടേക്ക് ചെയ്യുന്ന ഓറൽ മെഡിക്കേഷൻ ഉണ്ട്. അതൊക്കെ സ്കിൻ വല്ലാണ്ട് ഡീഹൈഡ്രേറ്റഡ് ആക്കും, ലിപ്സ് ചാപ്ഡ് ആവും, യു വിൽ ആക്ച്വലി ലുക്ക് സിക്ക്. അങ്ങനെയാണ് ഒരു ആക്നിനെ കർബ് ചെയ്യണത്. അത് ഫാസ്റ്റർ റിസൾട്ട്സ് ആണ്. പക്ഷേ അത് ഒരു ഡെർമാറ്റിനെ കണ്ടിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞ് കൺസൾട്ട് ചെയ്ത് ഫോർ മീ ഐഡിയലി ഒരാഴ്ച മുമ്പെങ്കിലും നിർത്തണം. അല്ലാണ്ട് സ്കിൻ നോർമൽ സ്റ്റേറ്റിലോട്ട് വരില്ല. പക്ഷേ വേറൊരു വറി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സഡൻ ഒരു സ്റ്റോപ്പ് ഹോൾട്ട് ചെയ്യുകയാണെങ്കിൽ സ്കിൻ ആക്നി വരൂ എന്നുള്ളതും ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ സ്കിൻ പോലെ ഇരിക്കും. സോ ഗോ ടു ഡെർമാറ്റ്, ടെൽ ദം ദാറ്റ് ഇതാണ് അവസ്ഥ. ഫോർ മേക്കപ്പ് ഡെഫിനറ്റ്ലി സ്കിൻ ദാറ്റ് പീൽസ് ഓഫ് ഫ്രം ദീസ് ഏജൻറ്റ്സ് ആർ നോട്ട് ഗുഡ്. നമുക്കത് പറ്റൂല വർക്ക് ചെയ്യാൻ. ഞാൻ അങ്ങനെയൊക്കെ ഒരു വെയർ ബ്രഷൊക്കെ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ എന്നാലും പാച്ചസ് എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യുവർ സ്കിൻ ഇസ് പീലിംഗ് ഓഫ്. നോ, ദാറ്റ് ഇസ് ദി ബോണ്ട്. അല്ലെ, മേക്കപ്പിനെ ബോണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ എപ്പിഡെർമൽ ലെയറാണ്. അത് മൊത്തം പീൽ ഓഫ് ആയിരിക്കുമ്പോൾ നമുക്ക് മേക്കപ്പ് കീക്ക് ചെയ്യാന്ന് പറയുന്നത് ഇതാണ് അവസ്ഥ. ബോണ്ട് ചെയ്യില്ല, സ്കിൻ അബ്സോർബ് ചെയ്യില്ല. ദർ ഇസ് എ ലെയർ ദാറ്റ് ഇസ് ബീങ് സെപ്പറേറ്റഡ് ഫ്രം യുവർ സ്കിൻ. അതാണ് പ്രശ്നം. അപ്പം അതൊക്കെ അങ്ങനത്തെ ടെക്നോയിനൊക്കെ ഡെഫിനറ്റ്ലി ഒരാഴ്ചയെങ്കിലും മുമ്പ് നിർത്തുക. ഓറൽ മെഡിക്കേഷൻ ആണെങ്കിൽ കൺസൾട്ട് യുവർ ഡെർമാറ്റ് ബിഫോർ. One thing I also heard about, you need to have a lot of water intakes before you get into the proper makeup day. A big day can even if you suggest, nobody does it also. Because thing is, അവർക്ക് ഒരു ഇവന്റ് അല്ല, ലോഡ് ഓഫ് ഇവന്റ്സ് ലീഡിങ് അപ് ടു ദ ബിഗ് ഡേ. ഇവരെല്ലാവരും ഡാൻസ് പ്രാക്ടീസും അതും ഇതും പറഞ്ഞ പിള്ളേർ കുറേ പേര് വെയിറ്റ് ലൂസ് ചെയ്യും, ഫിറ്റിംഗ് ഓഫ് ആയിരിക്കും. പക്ഷെ അതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് വെഡിങ്, യു കാൺ ഹെൽപ്പ് ഇറ്റ്. പക്ഷേ ഈ വെള്ളം കുടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഐ ഡോണ്ട് ടെൽ ദം, ബിക്കോസ് ഒബ്വിയസ്ലി യു കാൺ ഹാവ് എ ലോട്ട് ഓഫ് ബാത്റൂം ബ്രേക്സ് ഒന്നും പറ്റില്ല. പക്ഷെ അതുവരെ ഉള്ള എത്ര നല്ല സ്കിന്നും എത്ര നല്ലോണം ലിബാം ഇട്ടാലും ഇന്റേർണലി ഡിഹൈഡ്രേറ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ഷോ ഇൻ യുവർ ഫേസ്. കുറേയൊക്കെ നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കയ്യിലുള്ളത് അന്നത്തെ ഒരു 1/2 മണിക്കൂർ വരെയുള്ള മാക്സിമം അത്ര പ്രെപ്പേ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്റേർണലി റെക്ടിഫൈ ചെയ്യാനുള്ളത്
കാര്യങ്ങൾ ബ്രൈഡ് തന്നെ എടുക്കണം. ഓൾസോ ട്രൈ ഞാൻ എപ്പോഴും പറയും ലാസ്റ്റ് ഒരാഴ്ച പുറത്തുനിന്നുള്ള ഫുഡ് കുറയ്ക്കും. ബിക്കോസ് ഹെൽത്ത് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സ്ലീപ്പ് തോ ആങ്ഷ്യസ് ആണെങ്കിൽ നമ്മൾ പുഷ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നല്ലോണം ഉറങ്ങാൻ പറ്റുന്ന ആളാണെങ്കിൽ നല്ല കാര്യം. ജസ്റ്റ് വേക്കപ്പ് ഫ്രഷ്, വലിയൊരു കാര്യം. പക്ഷെ പിള്ളേർ ആങ്ഷ്യസ് ആണ്. സോ കമ്മിങ് ടു ദ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ എൻ്റെ ഒരു മേജർ കൺസേൺ ഉള്ളൊരു പോർഷനാണ് അത്. കാരണം വെനവർ ഐ സീ ബ്രൈഡ് ഓൺ ദ എൻഗേജ്മെൻറ്റ് ഡേയുടെ അന്ന് ദാറ്റ്സ് ദ ഫസ്റ്റ് ഡേ വിച്ച് വി വിൽ സീ. കാരണം ഒരു ഈവിൻ്റെ സമയത്തൊന്നും ചിലപ്പോൾ മിക്കവരും ഒരു ഈവിന് വേണ്ടിയിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് സജസ്റ്റ് ചെയ്യാറില്ല. ദേ ഡസ് ദ മേക്കപ്പ് ബൈ ദെയർ ഓൺ. ചിലപ്പോൾ ഈവിന് കാണുന്നത് നല്ല ഭംഗിയുണ്ടാവും കുട്ടികൾ. പക്ഷേ വെഡ്ഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് വെഡ്ഡിങ്ങിലേക്കൊക്കെ വരുമ്പോൾ കുറേ ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈലിംഗ് ചെയ്തു വെക്കും. ആൻഡ് വിച്ച് ഡസ് നോട്ട് സൂട്ട് ഓൾസോ. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ദാറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻ്റ്. ഒരു നല്ലൊരു ഹെയർ സ്റ്റൈലിംഗ് ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട്. കാരണം വാട്ട് ഐ ബിലീവ് ഇസ് ഒരു ഹെയർ സ്റ്റൈലിംഗ് മാറുന്നതിൻ്റെ അനുസരിച്ച് ഫേസിൻ്റെ ഷേപ്പ് മാറാറുണ്ട്. ഐ ഹാവ് നോട്ടീസ്ഡ് ഇറ്റ് ഓൾസോ. സോ അതാണ് ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ സോനയുടെ അടുത്ത് ചോദിക്കാൻ കാരണം അത് വാട്ട് യു തിങ്ക് അബൌട്ട് ദോസ് ഏരിയ? സോ ഹെയർ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഓണസ്റ്റ്ലി ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ഹെയർ സ്റ്റൈൽ ആപ്റ്റായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അതായത് നമ്മൾ മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓബ്വിയസ്ലി യെസ് ഫീച്ചേഴ്സ് എക്സെൻറ്റുവേറ്റ് അതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടാവും. ബട്ട് ഫോർ മീ ഞാൻ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പോലും എൻ്റെ ഐഡിയ ഞാൻ ഒരിക്കലും പുഷ് ചെയ്തിട്ടില്ല. ആൻഡ് ഐ ടെൽ ദം വാട്ട് ഐ ഡു ഇസ് ആഫ്റ്റർ മേക്കപ്പ് അതുവരെ നമ്മൾ ഹാൻഡ് മിറർ ആയിരിക്കും കൊടുക്കുക. അത് കഴിഞ്ഞൊരു ഫുൾ സൈസ് മിററിൽ ഇരുത്തിയിട്ടാണ്. ബിക്കോസ് ഇവൻ ഐ നീഡ് ടു സീ ദ ബ്രൈഡ് ഇങ്ങനെ എന്നിട്ട് നമ്മൾ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മളൊരു ഹെയർ ട്രയൽ കൊടുക്കും. ഒരു 50 minutes കൊടുത്ത് ലൈക്ക് വോള്യൂം പട്ടിങ് അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ഹെയർഡും ആണെന്ന് നമ്മൾ ഏകദേശം ഒരു ട്രയൽ കൊടുത്ത് ഐ കോൾ ഇൻ അതർ പേഴ്സൺ ഓൾസോ. ആൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഒപ്പീനിയനോട് എടുത്തിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ ഗസ്റ്റിനെ വെൽക്കം ചെയ്യും. ബിക്കോസ് അല്ലെങ്കിൽ ബ്രൈഡ്സ് മെയ്ഡ് ആരെങ്കിലും മതി, പക്ഷെ സമ്മൺ ഹു ക്യാൻ ഹെൽപ്പ് ഫിഗർ ഇറ്റ് ഔട്ട്. കാരണം അന്ന് ബ്രൈഡ്സ് എപ്പോഴും ഓവർവെൽംഡ് ആണ്. അവരെത്ര ചിൽഡാന്ന് പറഞ്ഞാലും ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്ന സാധനം സംതിങ് ദാറ്റ് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് ദ ലുക്ക്. അതിപ്പോൾ എത്ര നല്ല ഇട്ടാരാണെങ്കിലും എത്ര ഇതാണ്. നമ്മളിപ്പോൾ ചിലപ്പോൾ റഷ്യൻ ഹെയർ സ്റ്റൈൽസും പരിപാടികളൊക്കെ ഇഷ്ടമായിരിക്കാം. പക്ഷെ ഫോർ മീ ഞാൻ ഭയങ്കര സട്ടിൽ മേക്ക് ഓവർ ചെയ്യുന്ന ആളാണ്. വളരെ സിമ്പിൾ ഹെയർഡുമാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. അപ്പം ഐ തിങ്ക് മൈ ക്ലയൻസ് അവരങ്ങനെ പ്രിഫർ ചെയ്യുന്നവരാണ്. പക്ഷെ പറഞ്ഞ പോലെ ഒരു പാർട്ടിങ് മാറിയാൽ പോലും ചായ മാറും, അവി പറഞ്ഞ പോലെ. അപ്പം അത് നമ്മളധികം ചായ മാറ്റാണ്ട് ചെയ്യാന്നുള്ളതാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലയൻറ്റും അതൊരു ഇൻപുട്ട് കൊടുക്കേണ്ടതാണ്. ഓൾസോ വെൻ യു ബ്രിങ് റെഫറൻസസ് നമ്മളിങ്ങനെ ഓൾ ഓവർ ദി നമ്മൾ പിൻട്രസ്റ്റ് നിന്ന് ഓൾ ഓവർ ദ പ്ലേസ് ആയിട്ടുള്ള ഒരു അവസ്ഥ കൊടുക്കരുത്. കാരണം നമ്മൾ you should hairstyle is something that the client should help the artist with. കാരണം ആർട്ടിസ്റ്റ് അത് ഡിസൈഡ് ചെയ്താൽ നമ്മൾ അന്ന് അല്ലെങ്കിൽ 2 ദിവസം പരിചയമുള്ളൂ. പക്ഷെ ആളെ എന്നും കാണുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ മാറുമ്പോൾ ശരിക്കും ഡിഫറൻസ് അറിയാൻ പറ്റും. അതിപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞാലും ക്ലയൻറ്റ് ചിലപ്പോൾ 2 പേരും എന്ന് പറയാണ് ഓക്കെ യു ലുക്കിംഗ് ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ക്ലയൻറ്റിൻ്റെ അന്നത്തെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഐ തിങ്ക് എവറി ആർട്ടിസ്റ്റ് I have no right to tell that. പക്ഷേ എല്ലാ ആർട്ടിസ്റ്റും അതൊന്ന് ട്രയൽ ചെയ്തിട്ട് അവർ ഓക്കെ ആണോ നോക്കിയിട്ട് മാത്രം. എത്ര ടൈം കൺസ്ട്രെയിൻറ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ യു അഡ്ജസ്റ്റ് ആ ഒരു സെഷൻ ടൈം മേക്ക് ഇറ്റ് ലോങ്കർ. പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് യുവർ ക്ലയൻറ്റ് ഗെറ്റ്സ് വാട്ട് ഷീ വാണ്ട്സ് ഹെയർ സ്റ്റൈൽ വെച്ചിട്ട്. കാരണം എനിക്ക് ഒരു റീസെൻ്റ്ലി ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീ ഹാഡ് എ കേർലി ഹെയർ, വെരി കേർലി ഹെയർ, ആൻഡ് ഇറ്റ് വാസ് റിയലി നല്ലൊരു കേർലി ഹെയർ ആണ്. പക്ഷേ വെൻ ഇറ്റ് കെയിം ടു ദ വെഡിങ് ടൈം അത് കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ the overall look was completely ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ഞാൻ വിചാരിച്ചു ഓക്കെ എൻഗേജ്മെന്റ് ഇങ്ങനെ ഓക്കെ കൊള്ളാം, ഗൗണിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഷീ വെന്റ് ആൻഡ് സ്ട്രെയിറ്റൻ ഹർ ഹെയർ ഇൻ ബിറ്റ്വീൻ. സോ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടോ? മീൻസ് ഇഫ് ഷീ ഹാവ് എ കേർലി ഹെയർ ലെറ്റ് ഇറ്റ് ബി ദാറ്റ്, അങ്ങനെ ചെയ്യുന്നത് തന്നെയാണോ? രണ്ട് കാര്യങ്ങളുണ്ട്. വിത്ത് കേർലി ഹെയർ CG റൂട്ടീൻ എന്ന് പറയും, കേർലി ഹെയർ ഗേൾ റൂട്ടീൻ എന്ന് പറയുന്നത്, കേർലി ഗേൾ റൂട്ടീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെരി എക്സ്റ്റെൻസീവ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. അത് ചില കുട്ടികൾ ചെയ്യും. അപ്പോൾ അവരുടെയാണ് ഈ കേൾസ് എപ്പോഴും ഓൺ എ റെഗുലർ ഡേ ഇങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ട് കിടക്കണം. അവരുടെ ഹെയർ ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ അന്നും പറയും CG റൂട്ടീൻ ഫോളോ ചെയ്ത് വന്നോളൂ എന്ന്. പക്ഷെ വല്ലാണ്ട് ഫ്രിസപ്പായി എടുക്കുന്ന കേൾസ് if she gets ready in an air conditioned room, moves to another air conditioned venue, കുഴപ്പമില്ല.
പക്ഷെ ഈ കേളി ഹെയർ നമ്മുടെ വെതറിൽ ഫ്രിസപ്പ് ആവുന്നത് ഒരു രക്ഷയില്ല. അത് ഓരോ ഹെയറിന്റെ പോലെ ഇരിക്കും. ഇപ്പോൾ പറഞ്ഞ കുട്ടിയുടെ ഹെയർ മേ ബി ഫ്രിസി ആവണോണ്ടായിരിക്കും കുട്ടി സ്ട്രേറ്റൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു ചാലഞ്ചും ഉണ്ട്. ചില കുട്ടികളോട് ഞാൻ പറയും ഇത്ര ഭംഗിയ കേൾസ് എന്ന് പറഞ്ഞു, ചേച്ചി പറ്റില്ല, എനിക്കത് കുറച്ച് കഴിയുമ്പം ഗുരുവായൂർ വെഡിങ് എസ്പെഷ്യലി അവർ പറയും ഞാൻ കെട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ ഭയങ്കരമായിട്ട് ഫ്രിസപ്പും. അപ്പം അങ്ങനെ അവരെന്നെ ഇങ്ങോട്ട് അൺടിൽ ദേ ടെൽ മീ ദാറ്റ് ഐ ഡിഡ് നോട്ട് ടച്ച് ദ കേൾസ്. എനിക്ക് പേഴ്സണലി കേൾ ഹെയർ ആയിട്ട് തന്നെ റീറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ അവർക്ക് ചിലപ്പോൾ മേ ബി എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇവൻച്വലി ലാസ്റ്റ് ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഫ്രിസപ്പ് ആയതുകൊണ്ടായിരിക്കും ആൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മേ ബി ദി ആർട്ടിസ്റ്റ് സജസ്റ്റഡ് ഇറ്റ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി കേൾ ഹെയർ സ്ട്രേറ്റൻ ചെയ്ത് അഴിച്ചിട്ടാലും ഇറ്റ് വിൽ ഫ്രിസപ്പ്. അത് ഓരോരുത്തരുടെ ഹെയർ അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാ കേളി ഹെയറും കേളി ആയിട്ട് നമുക്ക് അത് നമ്മൾ മുന്നേ തന്നെ പറയില്ല. ബിക്കോസ് ഒരു എൻഗേജ്മെന്റ് ഇങ്ങനെ ഒരു ലുക്ക് കൊടുക്കാം. ബിക്കോസ് വെൻ യു കം അപ്പ് വിത്ത് ദ ഫസ്റ്റ് ടൈം ബുക്കിംഗ്, ആ ബുക്കിങ്ങിന്റെ ടൈമിൽ തന്നെ നമ്മൾ ഒരു കൺസൾട്ടേഷൻ കൊടുക്കുമ്പോൾ പറയില്ല ഓക്കെ എൻഗേജ്മെന്റ് ഇങ്ങനെ ഒരു ലുക്ക് കൊടുക്കാം, സാരി അറ്റയറിൽ, ഗൗണിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു അറ്റയർ കൊടുക്കാം. നമ്മൾ ഓൾറെഡി നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. സജസ്റ്റ് ദോസ് തിങ്സ്. നോ, ബേസിക്കലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഐ ആസ്ക് ഫോർ എ മൂഡ് ബോർഡ്. അവരുടെ ഇൻപുട്ട് കിട്ടിയിട്ടുള്ള ആ ഡയറക്ഷനിൽ ഐ വർക്ക് ഓൺ ദാറ്റ്. Because I feel like it's not my place to suggest anything unless you're like absolutely lost. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒത്തിരി സ്റ്റൈലിസ്റ്റ് ഉണ്ട് നാട്ടിൽ. ഇഫ് യു കംപ്ലീറ്റ്ലി ലോസ്റ്റ്, നാട്ടിലല്ല NRI ആണെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി യു കെൻ ഗെറ്റ് എ സ്റ്റൈലിസ്റ്റ് ഓൺ ബോർഡ്, ഗെറ്റ് ഇറ്റ് സോർട്ടഡ്. പക്ഷെ ലുക്ക് വൈസ് ഒന്ന് സോർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യു കം ടു മീ ദെൻ. അൺലെസ് യു ആർ അബ്സല്യൂട്ട്ലി കൺഫ്യൂസ്ഡ് ആസ് ടു എവിടെ നിന്ന് തുടങ്ങണ്ടേന്ന് പോലും അറിഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മളൊരു കോൾ ഡ്രോപ്പ് ചെയ്ത് സീസൺ ആകുമ്പം ഇറ്റ്സ് വെരി ചാലഞ്ചിങ് ടു ഗെറ്റ് ബാക്ക് ടു ദിയർ മെസ്സേജസ് ഇമ്മീഡിയറ്റ്ലി. അതപ്പം നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഐ ട്രൈ. നമ്മൾ ഒത്തിരി ബാക്ക് ടു ബാക്ക് സെഷൻസ് ഉള്ളപ്പോൾ പറ്റില്ല. പക്ഷെ I get back to them. So do you get messages like, you're not responding back or anything? I'm going to be honest, yes. വരും. കാരണം ഞാനത് പറഞ്ഞിട്ടും ഉണ്ടാവും. ഞാൻ സീസൺ ആകുമ്പം പറയും ഓൺലി ടെക്സ്റ്റ് മീ ആഫ്റ്റർ 10. ആ 10 തൊട്ടിട്ട് 11 വരെ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ റെസ്പോണ്ട് ചെയ്യും. പക്ഷെ എന്നാലും ഐ ഫീൽഡ്, അതായത് ഒബ്വിയസ്ലി നമ്മുടെ ഒരാഴ്ചക്കുള്ള ബ്രൈഡ്സ് വരെയുള്ള ഞാൻ ഫിൽട്ടർ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ദം ടു പാനിക്. പക്ഷെ 2 മാസം അപ്പുറമുള്ള ഒരു ക്ലയൻറ്റിന് നമുക്ക് അത്ര ടെൻഷൻ അപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഞാൻ അപ്പോളജൈസ്, ഇറ്റ്സ് ഓൺ മീ. പക്ഷെ ഞാൻ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം ഐ വാസ് സൈൻഡ് എ ടീം ഫോർ ദാറ്റ്. പക്ഷെ എന്നാലും എൻ്റെ പേഴ്സണൽ കോൾ വരുന്നത് എനിക്ക് തന്നെ വരത്തുള്ളൂ. ബാക്കി ജെൻഡറിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കില്ലേ, അതൊക്കെ ടീം ആൻസർ ചെയ്യും. ലൈക്ക് ദേ വെൽ ട്രെയിൻ ടു അറ്റൻഡ് ദ കോൾസ്. പക്ഷെ എൻ്റെ അടുത്താണ് ചോദിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയും ഹാവ് ടു വെയിറ്റ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ് അട്ടിൽ എൻ്റെ ഒരു സ്കെഡ്യൂൾ ഒന്ന് സെറ്റ് ആവാണ്ട്. That's when you can give a lot of importance to them. ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. അതെ, എനിക്ക് ഒത്തിരി ക്ലയൻസിന് ചെയ്യണേക്കാളും താല്പര്യം എന്നെ കൊണ്ട് അത്ര കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ജീസ് പറഞ്ഞത് ഹീസ് എ ഫോട്ടോഗ്രാഫർ. ഹി ഓൾസോ ടോൾഡ് മീ ദ സെയിം തിങ്. ഹി ഡസന്റ് വാണ്ട് ടു ടേക്ക് ലോട്ട് ഓഫ് വെഡിങ്സ്. ഒരു മാക്സിമം കുറച്ച് വെഡിങ്സ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് എ പീസ് ഓഫ് മൈൻഡ്. യു കൻ ഗീവ് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ടു അറ്റൻഷൻ ടു ഈച്ച് couple. No, but then there are artists who are very capable of it. അവർക്ക് അതിൻ്റെ കാലിബർ ഉണ്ട്. അവർ they will run around. ഞാനൊക്കെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇച്ചിരി സെയിം കൈൻഡ് ഓഫ് ക്വാളിറ്റി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം when you make yourself stress, because see we ourselves as an artist, I know we have you will burn out at the end. Exactly. പെട്ടെന്ന് burn out. പക്ഷെ ഞാൻ പറയണത് അതാണ്, അതിലും ഓരോരുത്തരുടെ ത്രെഷോൾഡ് വേറെ. എനിക്ക് 2 ഒക്കെ കഴിയുമ്പോഴേക്കും പക്ഷെ ചിലര് വെരി ഫാസ്റ്റ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ഇൻ എ ലോട്ട് ഓഫ് ആർട്ടിസ്റ്റ്. എനിക്ക് അവരുടെ അറ്റൻഷനും കമ്മ്യൂണിക്കേഷനൊക്കെ എത്ര ടൈം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ അവർ അത്രയും നല്ലോണം പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ. ഞാൻ നല്ലോണം അവരെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഞാൻ ഫുൾ ഡേ കഴിഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റിനെ ഗുരുവായൂർ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് ഡെഡ് ടയർഡ്. പക്ഷെ പുള്ളിക്കാരെ അപ്പോഴും ഓ മൈ ഗോഡ്, ഐ എം വെരി ജെലസ്. ബിക്കോസ് ഐ നോ ദാറ്റ് ബേബി പ്രായം ആ പിള്ളേരാണ്. 10-year ഏജ് ഗ്യാപ്പ് ബിറ്റ്വീൻ മോസ്റ്റ് ആർട്ടിസ്റ്റ് ആൻഡ് മീ. ഐ എം 33. പ്രോബ്ലി അതായിരിക്കാം. ആൻഡ് ഓൾസോ ഫാമിലി, നമുക്ക് ബേബിക്കുള്ളപ്പോഴും ലോട്ട് ഓഫ് ചാലഞ്ചസ് ദാറ്റ് കംസ് വിത്ത് എ ജോബ് ലൈക്ക് ദിസ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഒരു മാക്സിമം 2 to 3 ക്ലയൻറ്റ്സ്, അത് കൂടുതൽ. പിന്നെ റിസ്ക്കുമാണ്. നമ്മളൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഓൺ ദ ഡോട്ട് എത്തിയില്ലെങ്കിലത്തെ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ.
അത് നമുക്കും അവർക്കും. പിന്നെ ഐ എം എ വെരി ഇമോഷണൽ ബീയിങ്. എനിക്കൊരാളെ ഹേർട്ട് ചെയ്തിട്ട് പിന്നെ അത് വെച്ചിട്ട് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി ഓൾ ടുഗദർ. അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് ലിമിറ്റഡ് ഇത് കമ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ സോന, പിന്നെ വേറൊരു ഒരു കൺസേൺ എനിക്ക് തോന്നുന്നത് എല്ലാ ഫീൽഡിലുള്ളവർക്കും, വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫീൽഡിലും ഒരു കൺസേൺ ഉള്ളൊരു ഫാക്ടറാണ് ടൈം. അതായത് ഇൻ ടേംസ് ഓഫ് ഫോട്ടോഗ്രാഫിക്ക് ഒരു ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഡെക്കോറിനൊരു പ്രോപ്പർ ടൈം കിട്ടാറില്ല, അല്ലെങ്കിൽ മേക്കപ്പിനൊരു ടൈം. ഈ ഒരു ടൈമിൻ്റെ സ്കെഡ്യൂളിലേക്ക് വരുമ്പോൾ ഹാവ് യു ഫേസ്ഡ് ട്രബിൾസ് ലൈക്ക് ഒരു പ്രോപ്പർ ടൈം എനിക്ക് കറക്റ്റ് ഒരു ടൈം സ്കെഡ്യൂൾ, ഇപ്പോൾ ഒരു മോർണിംഗ് 5 to 7 എനിക്കൊരു ടൈം പറഞ്ഞിട്ട് അത് കിട്ടാണ്ട് വരുന്നൊരു സിറ്റുവേഷൻസിൽ നമ്മൾ യു നീഡ് ടു റഷ് ഔട്ട് ലോട്ട് ഓഫ് ടൈംസ്. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ? Yeah, plenty. I mean, it has happened plenty of times. It will keep happening. അതൊരു കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ ഫീൽഡിൽ, എല്ലാ ഫീൽഡിലും. അപ്പം ഞാൻ യൂഷ്വലി പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവ്രിബഡി ആസ് ഫോർ ലൈക്ക് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും 1 മണിക്കൂർ ചോദിക്കും, വിച്ച് ഈസ് ഫെയർ. 1 മണിക്കൂറിൽ സോളോ ഷൂട്ട് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, പ്രാർത്ഥന അല്ലെങ്കിൽ ദക്ഷിണ കൊടുക്കലൊക്കെ. സോ ദാറ്റ് ഈസ് എ വെരി റീസണബിൾ ഫ്രെയിം ഓഫ് ടൈം. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് 1.5 hours ആണ് ഇപ്പോഴും നമ്മളും സജസ്റ്റ് ചെയ്യുന്നത്. കറക്റ്റ്. ബിയോണ്ട് ദാറ്റ് ഇസ് വെരി ചാലഞ്ചിങ് ഫോർ എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. കാരണം നമ്മൾ മേക്കപ്പ് ചെയ്ത് ഇറങ്ങാൻ കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി നമ്മൾ പുറത്ത് പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ വെതറിൽ ഇതൊരു പ്രശ്നം. എന്നെ സംബന്ധിച്ചിട്ട് ഐ ഓൾവേസ് കോൾ ദം അപ്പ് ആൻഡ് ദെൻ ഞാൻ എത്ര ടൈം ആണെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ചോദിക്കും ഫൊട്ടോഗ്രാഫേഴ്സ് എപ്പോഴാണ് വരുന്നതെന്ന്. നിങ്ങൾ അവരുടെ അടുത്ത് ഫസ്റ്റ് മീറ്റിംഗ് ഷുഡ് ബി വിത്ത് ദം ആൻഡ് ദെൻ യു സോർട്ട് ഔട്ട് യുവർ ടൈം ലൈൻ വിത്ത് അത് അങ്ങനത്തെ വെൻഡേഴ്സ്, നിങ്ങളുടെ MC മാസ്റ്റർ ഓഫ് സെറമണി, അതേമാതിരി ഫോട്ടോഗ്രാഫേഴ്സ്, ഇവരൊക്കെ ആയിട്ട് സോർട്ട് ചെയ്തിട്ട് യു ഗെറ്റ് ബാക്ക് ടു മീ. അപ്പം എന്നിട്ട് ആ ടൈമിൽ ഞാൻ റിവേഴ്സ്, അതായത് 3 മണിക്കൂർ ഞാൻ പിന്നിൽ I'll come and I'll get you ready. അത് എപ്പോഴും ഞാൻ അങ്ങനെ പറയാം. ബിക്കോസ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു ടൈം ക്രഞ്ച് കൊടുക്കുന്നത് നോ പോയിന്റ്. അതേമാതിരി തന്നെ എക്സസീവ് ആയിട്ട് ടൈം അവർ ചോദിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലും ഐ ടെൽ ദം ആദ്യം തന്നെ ഞാൻ പറയും 2 hours നമുക്ക് കൂടുതൽ കൊടുത്ത് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്താൽ ഗസ്റ്റ് കാണുന്നതിന് മുമ്പ് your face will become dull, your hair will become frizzy. കാരണം ഏറ്റവും നല്ല ഫോട്ടോസ് നാച്ചുറൽ ആയിട്ടുള്ള കിട്ടാം. അപ്പോൾ എപ്പോഴും സ്റ്റെപ്പ് ഔട്ട് ആൻഡ് ദെൻ യു ഷൂട്ട് കണ്ടിന്യൂസ്ലി. നമുക്ക് തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം, കൂടെ നിന്ന് ടച്ചപ്പ് ചെയ്തില്ലെങ്കിൽ സ്മൈൽ ലൈൻസ് വരും, മേക്കപ്പ് ഓക്സിഡൈസ്, ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിപ്പോ എയർ ബ്രഷ് ആണെങ്കിൽ എന്ത് പിടിച്ചാലും സംടൈംസ് ചില സ്കിൻ സർവൈവ് ചെയ്യും, ചിലരുടെ മിക്കവന്റെ സ്കിൻ എളുപ്പമല്ല. യു വിൽ നീഡ് എ ടച്ചപ്പ്. ഞാൻ എപ്പോഴും ടച്ചപ്പ് കിറ്റൊക്കെ കൂടെ കൊണ്ടുനടക്കാൻ പറയും, പക്ഷെ try and limit that time to 1.5 hours. ഞാൻ മിക്കപ്പോഴും നമ്മളിവിടെ ടൈം സ്കെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ടൈം ചോദിക്കും. ഓക്കെ, എത്ര മണി തൊട്ട് എത്ര മണി വരെ മിക്കപ്പോഴും ഒരു 2 hours ഒരു ടൈം പറയാറുണ്ട്. മിക്കപ്പോഴും ഒരു 5 to 7 ആണ് മേക്കപ്പ് ടൈം. ദെൻ വി ഓൾവേസ് ടെൽ ദം 5 to 7 ആണ് മേക്കപ്പ് ടൈമെങ്കിൽ ഞങ്ങൾ പറയും ഒരു 6:30 6:40 ഞങ്ങൾ എത്താം. അപ്പോൾ മേക്കപ്പ് ഷോട്ട്സിന്റെ കുറച്ച് ലാസ്റ്റ് പോയിന്റ്സ്, ഗെറ്റിംഗ് റെഡി ഷോട്ട്സ് എടുക്കാനുള്ള ഒരു ടൈം കിട്ടും. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഇത് ഞാൻ ഇപ്പോഴാണ്, കാരണം ഫോട്ടോഗ്രാഫേഴ്സിന്റെ അടുത്ത് ടൈം ചോദിച്ചിട്ട് അവിടെ നിന്ന് ഓക്കെ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കാറ്. കാരണം അപ്പോൾ അവിടെ നിന്ന് ഒരു 5 to 7 ആണെന്നുണ്ടെങ്കിൽ 6:45 എത്തി. പക്ഷെ മിക്ക കേസിലും ഒരു ബഫർ ഒന്ന് പുഷ് വരും. അത് ഇങ്ങനെ വരും വിത്തൗട്ട് ഫിൽ. അപ്പൊ ഏറ്റവും നല്ലത് ഞാൻ ഒരു ബഫർ ഇട്ടിട്ടാണ് എൻ്റെ ടൈം പറയാം. ഐ നോ മേക്കപ്പ് ആൻഡ് ഹെയർ ക്യാൻ ബി ഡൺ ഇൻ under 2 hours. പക്ഷെ I ask for 3 hours. ഞാനൊരു വെഡിങ്ങിന് ചെന്നിട്ട് ഗ്രൂമിനെ ഞാൻ തന്നെ കട്ടിലിനെ എഴുന്നേപ്പിച്ച അവസ്ഥ ഉണ്ടായിരുന്നു. അത് നമ്മള് അത് ചെയ്യാം. കുറെയൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, കാരണം അവരും ടയർഡൊക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ മാത്ത് നമ്മൾ ഫേസ് ചെയ്യണം. കാരണം ഫാമിലി നമ്മളെ ചീത്ത പറയാ, ഫോട്ടോഗ്രാഫേഴ്സും നമ്മൾ എല്ലാവരും നമ്മളെ, കാരണം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡിഡ്ന്റ് ഗെറ്റ് ദ ബ്രൈഡ് റെഡി ബൈ ദിസ് പെർട്ടിക്കുലർ ടൈം, അതാണ് അവസാനം പറയുന്നത്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും, ഈവൻ ബ്രൈഡ് ഇൻക്ലൂഡിങ് ക്ലൈന്റ്, അവരോട് വിചാരിക്കേണ്ട ടൈം സ്കെഡ്യൂൾ അത് ഇറ്റ് വിൽ ക്രോസ്. ആ ഒരു ടൈം പറഞ്ഞ എങ്ങനെ വന്നാലും ഒരു ഹാഫ് ആൻ അവർ 40 minutes എങ്ങനെ വന്നാലും പുഷായി പോകുമല്ലേ? ഇല്ലില്ല, ഐ ട്രൈ ടു റാപ്പ് ഇറ്റ് ഓൺ ദ ഡോട്ട്. അത് ഞാൻ 3 hours പറയും. അപ്പൊ അതിൽ തന്നെ ചിലപ്പം ബ്രഞ്ച് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ബ്രേക്ക്, വാഷ്റൂം 2-3 വട്ടം പോകാനുള്ള ബ്രേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എക്സീഡ് ചെയ്തിട്ട് യു റൺ അറൗണ്ട് ദ ഹൗസ്, അല്ലെങ്കിൽ ബ്രൈഡ്സ് മെയ്ഡ്സ് ഒക്കെ വന്ന് സംസാരിച്ചിരിക്കുക, ഒത്തിരി ഫോൺ കോൾസ്. ഡെഫിനറ്റ്ലി അത് ഉണ്ടാവും.
പറയുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്കൊന്നും തീരെ വർക്ക് ചെയ്യാൻ പറ്റാത്തത് ഫോണൊക്കെ അണ്ടർസ്റ്റാൻഡ് ബ്രൈഡ് ഇപ്പോഴത്തെ പിള്ളേരാണ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം ദേ വിൽ ഹാവ് ടു ഇന്നെവിറ്റബിളി അറ്റൻഡ് കോൾസ് ദാറ്റ് ഡേ. പക്ഷെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം നമുക്ക് ഫേസ് വേണ്ടേ? നമ്മൾ എത്രയും ബ്ലൂടൂത്ത് ആണെങ്കിലും ലൗഡ് സ്പീക്കർ ഇട്ടാലും ഇഫ് യു കീപ് ഫോക്കസിങ് ഓൺ സംതിങ് എൽസ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ക്യാൻവസ് പണിയെടുത്തോണ്ടിരിക്കുക, നമ്മൾ എങ്ങനെയായാലും വർക്ക് ചെയ്യാം. This is something which I always tell to the clients. കാരണം ആ മേക്കപ്പിൻ ഡെലിഗേറ്റ് ദാറ്റ്. എക്സാക്ട്ലി. ഒരു ബ്രൈഡ്സ്മെയ്ഡിനെ ഏൽപ്പിച്ച് എല്ലാ കോൾസും നീ അറ്റൻഡ് ചെയ്യാം. അത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ പക്ഷെ അവിടെ എത്തുമ്പോഴായിരിക്കും അറിയാം നിങ്ങളാണ് എല്ലാ തലവേനയും ഏറ്റെടുത്തേക്കുന്നത്. പക്ഷെ ദാറ്റ് ഇസ് സംതിങ് യു ഷുഡ് without fail, give it to someone, just delegate that. കാരണം 6 ദിവസം കംപ്ലീറ്റ് അല്ലെങ്കിൽ അവരുടെ മുഖത്ത് ഫുൾ സ്ട്രെസ് ഉണ്ടാവും. കാരണം they need to take care of the cab travels അവരായിരിക്കും നോക്കുന്നത്, ഡെക്കോറിന്റെ പോർഷൻസ് അവരായിരിക്കും പോയി നോക്കിയിട്ടുണ്ടോ വീഡിയോ ഡെക്കറിനോടുന്ന്, എന്നിട്ട് അതിൽ എന്തെങ്കിലും ഓഫ് ആണെങ്കിൽ അത് സ്ട്രെസ് ആ ഫുള്ള് ഇതിനകത്ത് ഉണ്ടാവും, ആ ഫേസിൽ മൊത്തം കാണിക്കുക സ്ട്രെസ്. സോ ട്രൈ ടു ഡെലിഗേറ്റ് ദീസ് തിങ്സ് ഓൺ എ വെഡിങ്. എക്സാക്ട്ലി. കോർഡിനേഷൻ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കണ്ട. യു നീഡ് ടു ഗിവ് ഇറ്റ് ടു someone else. അത് തലയിൽ ഏറ്റ് വെച്ച് അപ്പ് അണ്ടിൽ ദാറ്റ് യു ഡു ഇറ്റ്, ദെൻ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിന് വർക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നാമത്. പിന്നെ ഈവൻ ഡാൻസ് പ്രാക്ടീസ് ആണെങ്കിലും എന്താണെങ്കിലും സ്ക്രീനിൽ നോക്കിയിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പിന്നെ അതേപോലെ നമ്മളും ഒത്തിരി ട്രാവൽ ചെയ്ത് ഉറക്കില്ലാണ്ടാണ് വരുന്നത്. സോ ഇഫ് യു ഡോണ്ട് വേക്ക് അപ്പ് ആൻഡ് ബി റെഡി ആൻഡ് ബി ഓൺ മൈ ചെയർ, ഞാൻ പറഞ്ഞ സമയത്ത് വെച്ചില്ലെങ്കിൽ ഒരു 5-10 minutes അതൊന്നും കുഴപ്പമില്ല. 1 hour വരെയൊക്കെ നമ്മൾ വെന്യൂല് വെയിറ്റ് ചെയ്യിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര പ്ലസന്റ് ആയി ഞാൻ നിങ്ങളെ റിസീവ് ചെയ്താലും ഉള്ളില് യു ആർ അപ്സെറ്റ്. വി ആർ വർക്കിംഗ് എവറി ഡേ. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ blame will be on you guys. അത് ഓക്കെ. പക്ഷെ അത് ഓക്കെ, അതിന് എനിക്ക് റഷ് ചെയ്ത് എന്റെ ക്വാളിറ്റി ഓഫ് വർക്ക് നിങ്ങളിൽ കുറയരുത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ലേറ്റ് ആയ അതിന്റെ കോൺസിക്വൻസസ് നിങ്ങൾക്കാണ്, അത് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഓൺലി ഒബ്വിയസ്ലി ചില സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. പക്ഷെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് അവോയ്ഡ് ചെയ്ത് ബി ഓൺ ടൈം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് വേറൊരു ഇതുള്ളത്, എനിക്ക് തോന്നുന്നത് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും ഉള്ളൊരു നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഒരു കാര്യം. മേക്കപ്പ് ആർട്ടിസ്റ്റിൽ കൂടുതൽ ടൈം എടുക്കുന്നു എന്നുള്ളൊരു ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയിൽ ഒരു ടോക്ക് മിക്കപ്പോഴും ഉണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് ദേ സിറ്റ് ഓൺ റീൽസ്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ സിറ്റ് ഓൺ കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം അതിന് വേണ്ടി ഒരു half an hour സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് then they call up the photographers and then they ask them to get into the room. അത് ഞാൻ കുറേ വെഡിങ്സിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇത് എല്ലാ മിക്ക വ്യൂവേഴ്സ് ആയിട്ടുള്ള ഈവൻ ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും ശരി, എല്ലാവർക്കും ശരി, അതിനെ കുറിച്ച് എന്തെങ്കിലും സോനയ്ക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ, ബിക്കോസ് യു ഹാവ് I don't know whether you have gone through this situation. I'm going to be frank about it. മിക്ക ആർട്ടിസ്റ്റിൻ്റെയും ഇപ്പം അവരുടെ പ്ലാറ്റ്ഫോം, അവരുടെ എക്സ്പോഷർ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. For me also it's very important that I showcase my work, my portfolio. അതിന് കണ്ടന്റ് എടുക്കുന്നത് അത്യാവശ്യമാണ്. പക്ഷേ ടൈം, അതായത് നമ്മൾ കണ്ടന്റ് എടുക്കുകയാണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുകയാണെങ്കിലും ദ ബ്രൈഡ് ഇസ് ഗെറ്റിംഗ് സ്ട്രെസ്ഡ് ഔട്ട്. ചിലർക്ക് അത് ഒത്തിരി ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടാവില്ല, ചിലർക്ക് പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവും. ചിലർ പറയും എൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ യു നോ റൈറ്റ് ടു പോസ്റ്റ് ഇറ്റ്. അപ്പോൾ അവർക്ക് അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഗെറ്റിംഗ് റെഡി ഒക്കെ അവരുടെ പേഴ്സണൽ ഇതാണ്. ഐ ഡോണ്ട് വാണ്ട് യു ടു ലൈക്ക് പോസ്റ്റ് ഇറ്റ് ഓൺ യു പേജ് എന്ന് വെച്ചാൽ യു ഷുഡ് റെസ്പെക്ട് ദാറ്റ്. ആൻഡ് ഫോർ മീ ഐ ഡോണ്ട് ടേക്ക് മോർ ദൻ 3 minutes ടു ഷൂട്ട് എനിത്തിങ്. അപ്പോൾ മേ ബി അതിൻ്റെ എഫേർട്ട് പറഞ്ഞത് തന്നെ റീലൊക്കെ കാണുന്നുണ്ടോ. പക്ഷെ ഫോർ മീ വാട്ട്സ് important is get them ready on the more than creating the content on that particular day for yours. Makeup ന് വേണ്ടി ഒരു content create ചെയ്യുന്നേക്കാൾ important, I think what you said, like give the ആ ഒരു importance completely ആ ബ്രൈഡിന്റെ ബിഗ് ഡേക്ക് വേണ്ടി കൊടുക്കുക, more than creating a content. That is a secondary thing. ഫസ്റ്റ് നമ്മൾ ആ ഫസ്റ്റ് പ്രയോറിറ്റി എല്ലാം കൊടുക്കേണ്ട മേക്കപ്പ് കറക്റ്റ് ആയോ എന്ന് നോക്കാം. ഞാൻ പിന്നെ ചില ബ്രൈഡ്സിനും അത് വെരി ലൈക്ക് ദേ ഗെറ്റ് ക്യാരിഡ് അവേ. കാരണം അതായത് അവർക്ക് ടൈമിൻ്റെ ദേ ലൂസ് എ സെൻസ് ഓഫ് ടൈം ആ ഒരു സ്ട്രെസ്സിനുള്ളിൽ. അപ്പം ഞാൻ പറയും നിങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് 1/2 മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അവർ ഫസി ആയിട്ടുണ്ടാവാം, ചിലപ്പോൾ അവർക്ക് അത് ഇതൊക്കെ മാറ്റുന്നുണ്ടാവാം. അപ്പം ഞാൻ പറയും ലെറ്റ് ദം ഇൻ, അറ്റ്ലീസ്റ്റ് ലെറ്റ് ദം
ഷൂട്ട് ദ ഗെറ്റിംഗ് റെഡി, സ്യൂഡോ ഗെറ്റിംഗ് റെഡിയെങ്കിലും അവർ ഷൂട്ട് ചെയ്യട്ടെ. കാരണം അവര് വന്ന് അവർക്ക് എന്തെങ്കിലും അതിന് കണ്ടന്റ് കിട്ടിയ ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് എ ഗുഡ് അഡിഷൻ ടു യുവർ. So do you really feel disturbed in between when the photographers comes in? എനിക്ക് ഒരു വട്ടം ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൂ. ദാറ്റ് വാസ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക്. അതായത് അവര് ഓൾറെഡി കുട്ടീനെ ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് പുറത്തു പോയിട്ട് നമ്മുടെ 1 മണിക്കൂർ സെഷൻ പുഷ്, ഐ തിങ്ക് 40 minutes പുഷ് ചെയ്തു. അനദർ 50 minutes ഓൾസോ ഞാൻ അറ്റയർ ഇടുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞപ്പം her father barged in, ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു ഞങ്ങള്. He didn't even listen to me. ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ പോയി പറഞ്ഞു കുട്ടീനെ റെഡിയാക്കി തന്നു. That is one unforgettable experience. കാരണം അതിനുശേഷം പക്ഷെ ആ സമയത്തൊക്കെ എനിക്കും വിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞു ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴാണ് വരുന്നത്, നമ്മൾ എത്ര നേരത്തെ വെച്ചാൽ വന്നോളാം, ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് എല്ലാവരും എവറിബഡി ഈസ് ഓൺ ടൈം. കാരണം പക്ഷെ ഈ റീൽ എടുക്കുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. അത് ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് ഡു. ഓൾസോ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പല പിള്ളേരും ഞാൻ എപ്പോഴും ബിഫോർ ആഫ്റ്റർ എന്ന് പറയുന്നത് വളരെ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. പേഴ്സണലി എന്നെ ഞാനിപ്പം ഒരു ബ്രൈഡ് ആയിരിക്കുന്ന സമയത്ത് അൺലെസ് ഐ എം കംഫർട്ടബിൾ ഐ ഷുഡൻറ്റ് ബി അവർ എന്നെ കവർ ചെയ്തതിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ എൻ്റെ ബ്രൈഡിനെ എടുത്തതിന് പേഴ്സണലി ഞാൻ ബിഫോർ എടുക്കാൻ ഞാൻ സമ്മതിക്കൂല. ആർ യു ഓക്കെ വിത്ത്? പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ദർ ആൾ ചിൽ, ദേ ലൈക്ക് ഇറ്റ്, ദേ ലൈക്ക്. ഇൻഫാക്ട് അവരും ചേച്ചി ഇടണം ഞങ്ങളുടെ വീഡിയോ, അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. ദർ ഇസ് നോട്ട് ഈവൻ എ സിംഗിൾ ക്ലയൻറ്റ് ഓൺ മൈ പ്രൊഫൈൽ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കാണ്ട് ഒരു വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല, ഇതുവരെ അപ്ലോഡും ചെയ്തിട്ടില്ല. കാരണം ഐ ഹാവ് നോ റൈറ്റ് ടു ഡു ഇറ്റ്. അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ കയറി ചിലർ അവർ ഷൂട്ട് ചെയ്യാനുള്ള അങ്ങനെ ഡ്രസ്ഡ് ആയിരിക്കത്തില്ല, പിന്നെ കംഫർട്ടബിൾ നൈറ്റ് ക്ലോത്ത്സ്. ആൻഡ് അത് നമ്മൾ ഷൂട്ട് ചെയ്ത് അവർ കംഫർട്ടബിൾ ആണെന്ന് ചോദിക്കാം. ആൻഡ് അവരും മിക്ക പിള്ളേരും ചിലപ്പം പറയത്തൂല. ദേ വോണ്ട് ബി ഫ്രാങ്ക് അബൌട്ട് ഇറ്റ്. ബിക്കോസ് അവർ വാട്ട് ഇഫ് ഐ പിസ് ഓഫ് മൈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് വാട്ട് ഇഫ് ഷീ ഡസന്റ് പെർഫോം വെൽ, അങ്ങനത്തെ ഒരു വൈബ് ഓഫ് ആക്കേണ്ട വെച്ചിട്ട് പിള്ളേർ പറയത്തൂല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യു മേക്ക് ദം കംഫർട്ടബിൾ. ഇഫ് ദേ നോട്ട് ഓക്കെ വിത്ത് ഷൂട്ടിങ്, ബീങ് കവേർഡ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്, ഡോണ്ട് ഡു ഇറ്റ്. ഞാൻ ചെയ്യാറുമില്ല അത്. അപ്പം മിക്കത് അപ്പം ഷൂട്ട് കഴിഞ്ഞിട്ടും സെഷൻ കഴിഞ്ഞിട്ടും ചോദിക്കും ഇനി ഷൂട്ട് ചെയ്ത് ഓക്കെ ആണോ മാത്രം ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് എ കോഡ് ഓഫ് കണ്ടക്ട് ദാറ്റ് ഐ സ്റ്റിക്ക് ടു. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പേരിൽ ബിസിനസ് കുറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ബിക്കോസ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അപ്പം അതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ടൈം ലൈനിലോട്ട് കയറിയിട്ടുള്ള ഷൂട്ടിംഗ് ഒന്നും ഒരാളും ചെയ്യരുത്. അത് ഫ്രണ്ട്സ് ആണെങ്കിലും ബ്രൈഡ്സ് മെയ്ഡ്സ് ആണെങ്കിലും ടിക്ടോക്ക് ഉണ്ടാക്കാനാണെങ്കിലും ഇറ്റ്സ് നോട്ട് ഫെയർ. നമ്മളും പ്രൊഫഷണൽ നിൽക്കുക, അവരും പ്രൊഫഷണൽ നിൽക്കുക, എന്നാലും ഇത് ഇറ്റ്സ് മോർ അബൌട്ട് ബോണ്ടിങ്. കാരണം എല്ലാവരും ഈക്വലി പെർഫോം ചെയ്താലും, ബിക്കോസ് എവറിബഡി നീഡ്സ് ടു ടേക്ക് കെയർ ഓഫ് ദ ടൈം ഓൾസോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും, കാരണം എല്ലാവരും ഒരു ജോയിനിങ് എഫേർട്ട് ഉണ്ടെങ്കിലാണ് ദ ഡേ ബിക്കംസ് ഗ്രേറ്റ് ഫോർ ദ ബ്രൈഡ്. അതേപോലെ തന്നെ ഫോട്ടോഷൂട്ടും സുപ്രീം ഇമ്പോർട്ടൻസ് കൊടുത്തുന്ന ഒരു കുട്ടി എൻ്റെ ഒരു ഇവന്റ് ക്യാൻസൽ ചെയ്തു. കാരണം ഹർ ഇവന്റ് വാസ് ഇൻ ദി ഈവനിങ്. ഓക്കെ, I don't know if I should talk about it. Yeah, please. അപ്പം ഒരു ഇവന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ ഇവന്റ് ഈവനിങ് ആയിരുന്നു. മോർണിംഗ് ഐ വാസ് വർക്കിംഗ് അടുത്ത് തന്നെ, പക്ഷേ ഓഫ് കോഴ്സ് ഐ വാസ് ബുക്ക്ഡ് ഔട്ട് ഇൻ ദ മോർണിംഗ്. പുള്ളിക്കാരി 2 ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഫോട്ടോഗ്രാഫേഴ്സ് എന്നെ ഹാഫ് ഡേ വേണമെന്ന് പറഞ്ഞു. And then she said, she casually asked me to shift her session to the morning. So I said, that's not possible. I have a commitment. എനിക്ക് വേറെ ബ്രൈഡ് ഉണ്ട്. അപ്പോൾ നടക്കത്തില്ല. She cancelled. And അപ്പം I tried telling her, like, കുറച്ച് I was, it's bizarre. You shoot for half a day. How do you expect to look that good at the end of the day? ഗസ്റ്റ് കാണുമ്പോൾ വൃത്തിക്ക് ഇരിക്കണ്ടേ? അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം ഐ പുട്ട് മൈ ഫുഡ് ഡൗൺ. ഞാൻ വളരെ ഡയറക്റ്റ്, എനിക്ക് ഫോട്ടോഗ്രാഫേഴ്സിന് ഞാൻ മിക്കവരായിട്ടും നല്ല റിലേഷൻഷിപ്പിലാണ്. ഞാൻ പറയും, നിങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂറിന് കൂടുതൽ ഷൂട്ട് ചെയ്യരുത്. കൊച്ചും തളരും, മേക്കപ്പിനും കുറ്റം പറയും, ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവും. എസ്പെഷ്യലി നമ്മൾ കാരണം ഓൾറെഡി അവർ സ്ട്രെസ്ഡ് ആയിരിക്കും ആ ഒരു ദിവസം. അതിന്റെ പുറമേ കാരണം യു കീപ് ഷൂട്ടിംഗ് ദം ഫോർ മോർ ദാൻ an hour. ആൻഡ് ഐ ഓണസ്റ്റ്ലി ഫീൽ ലൈക്ക് ഒരു ഫോട്ടോഗ്രാഫറിന് കിട്ടേണ്ട കണ്ടന്റ് 1 മണിക്കൂർ എടുക്കേണ്ട ആൾക്കാർക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു നല്ല സെറ്റ് നിങ്ങൾക്ക് കിട്ടും. വാട്ട് ഐ ഫീൽ. ഇതിനകത്ത് ഇപ്പോൾ വരാൻ പോകുന്ന കുറെ കമന്റുകൾ എന്തായിരിക്കും വെച്ചാല്, ഇത് ഞങ്ങൾക്ക് ഈ 1 hour എന്ന് പറഞ്ഞാൽ 1 hour പ്രോപ്പറായിട്ട് കിട്ടണ്ടേ എന്നാണ് കുറേ കമൻറ്റുകൾ വരാൻ പറയുക. അതിൻ്റെ ഇടയിൽ അമ്മമാരാരെങ്കിലും വന്ന് വിളിച്ചിട്ട് പോവുക, വേറെ ഇപ്പം ബ്രൈഡ്സ് മെയ്ഡ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും വന്ന് വിളിച്ചിട്ട് പോവുക. സോ ആ ഒരു പ്രോപ്പർ 1 hour കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും ഫോർ എവ്രി വൺ, ഫോർ വെൻ ഇറ്റ് കംസ് ടു ദ മേക്കപ്പ് ഓർ ടു ദ ഫോട്ടോഗ്രാഫി ടീം ഓൾസോ. ഒരു പ്രോപ്പർ 1 hour നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴും പറയണ്ട, അറ്റ്ലീസ്റ്റ് ഒരു 30 minutes എങ്കിലും പ്രോപ്പറായിട്ട് താ. ആ 30 minutes ഇടയിൽ ഒരു 3-4 പ്രാവശ്യമായിട്ട് പോയിട്ടായിരിക്കും തന്നെ.
സോ നമ്മളൊരു ലൈറ്റിംഗ് ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പർ ചെയ്ത് വെച്ചിട്ട് വരുമ്പോഴേക്കും ആരെങ്കിലും വിളിച്ചിട്ടോ അത് ഭയങ്കര ഒരു ഹെക്ടിക് ടൈം ആവാറുണ്ട് മിക്കപ്പോഴും. സോ ദാറ്റ് ഈസ് വൺ റിഗാർഡിംഗ് ദ ടൈം സ്കെഡ്യൂൾ. ആൻഡ് ഒരു ദർ ഇസ് another thing which I want to ask you about. Lot of clients പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസിനെ പറ്റിയിട്ട് മിക്കപ്പോഴും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മീൻസ് മേ ബി യു മൈറ്റ് ഹാവ് കം അക്രോസ് അബൌട്ട് ഇറ്റ്. ഹാവ് യു എക്സ്പീരിയൻസ് സംതിങ് ലൈക്ക് ദാറ്റ്, യു നോ, വേർ ദേ ആസ്കിങ് അബൌട്ട് വാട്ട് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ഡു യു യൂസ് ഓർ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഐ തിങ്ക് ദാറ്റ്സ് എ റെയർ ക്വസ്റ്റ്യൻ അല്ലേ? No. Or do you really get Yeah, very frequently. കാരണം നമ്മൾ പക്ഷെ നമ്മുടെ ഫ്ലയറിൽ നമ്മുടെ കാറ്റലോഗിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണ അത്യാവശ്യം പ്രോഡക്ട്സിന്റെ പേര് detail everything? Okay. വെരി ലൈക്ക് ട്രാൻസ്പെറൻറ്റ് അബൌട്ട് ഇറ്റ്. ഞാൻ അതന്നെ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് ഫോർ മീ ആസ് എൻ ആർട്ടിസ്റ്റ് മുമ്പ് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യായിരുന്നു. പക്ഷെ അറ്റ് വൺ പോയിന്റ് I became comfortable using certain set of products. ഞാൻ അതന്നെ റീസ്റ്റോക്ക് ചെയ്യാറുള്ളൂ. Certain brands. അപ്പൊ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യണേ. പക്ഷെ ഓഫ് കോഴ്സ് സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ഫോർമുല മാറ്റുണ്ടാവും. ഫോർമുല ബ്രാൻഡ് മാറിയാലും ഫോർമുല മാറിയാലും ഇതൊക്കെയാണ് ഇതാണ് വരുന്നത്. അതിൽ മിക്ക ആർട്ടിസ്റ്റ് ഐ തിങ്ക് വെരി ട്രാൻസ്പെറൻറ്റ് അബൌട്ട്. പിന്നെ ഉള്ളത് എയർ ബ്രഷും നോർമൽ നോർമൽ എന്ന് പറയല്ല, കൺവെൻഷണൽ മേക്കപ്പും എയർ ബ്രഷാണ്. ഒത്തിരി പേര് എയർ ബ്രഷ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഹൈറ്റാണ് എയർ ബ്രഷ് എന്ന് പറയുന്നത്. പക്ഷെ അതും സ്കിൻ ടൈപ്പൊക്കെ നോക്കിയിട്ട് തന്നെ ഞാൻ ചെയ്യാറുള്ളൂ. എല്ലാവർക്കും ഐ ഡോണ്ട് പുഷ് ഇറ്റ്. ഇപ്പം ഞാൻ കൂടുതൽ ഇപ്പോൾ കേട്ടേണ സംതിങ് കോൾഡ് ആസ് എ ന്യൂഡ് മേക്കപ്പ്. കാരണം മിക്കവരും ചോദിക്കുന്ന ഐ ഡോണ്ട് നോ വെദർ ദേ റിയലി നോ അബൌട്ട് ഇറ്റ് ഓർ പറഞ്ഞ ആ ഒരു ടെർമിനോളജി കേട്ടുകൊണ്ട് ഓക്കെ ന്യൂഡ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി യുനോ ഹൗ യു ലുക്ക് എക്സാക്ട്ലി അതാണോ? Can you elaborate something more about it? I've heard artists who call themselves nude makeup artists എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് ചിലവരുടെ ഒരു പ്രൊഫൈലില് അല്ലെങ്കിൽ സിഗ്നേച്ചർ ന്യൂഡാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ന്യൂഡ് മേക്കപ്പ് എന്ന് പറയുന്നത് നോട്ട് എവ്രിബഡി ക്യാൻ, ഇറ്റ് ഡസന്റ് സൂട്ട് എവ്രിബഡി. യു വിൽ ചിലപ്പം ചിലർക്കൊരു പോപ്പ് ഓഫ് കളർ ആയിരിക്കും, അത് അറ്റയർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, മറ്റേതായിരിക്കും. പക്ഷേ ദ ഐഡിയ ഓഫ് ന്യൂഡ് ലുക്ക് ഇസ് വെരി സട്ടിൽ മേക്കപ്പ്, ഒരു മോണോക്രോമാറ്റിക് ലുക്ക് ആൻഡ് സംതിങ് വെരി ന്യൂട്രൽ, യുനോ, മൊത്തത്തിൽ. അതായത് എല്ലാവരും ഒരു ബാലൻസ്ഡ് ലുക്ക്, അത്രേ ഉള്ളൂ. ഹെയർ ആണെങ്കിലും ഫേസ് ആണെങ്കിലും ലൈക്ക് അധികം പോപ്പ് ഓഫ് കളേഴ്സ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇറ്റ്സ് എ സ്റ്റൈൽ ഓഫ് മേക്കപ്പ്. പക്ഷെ ഐ റിഫ്രെയിൻ ഫ്രം ഡൂയിങ് ഇറ്റ് ടു എവ്രിബഡി. കാരണം ചിലർക്ക്, പക്ഷെ ചില പിള്ളേർ വളരെ ഇതായിട്ട് പറയും എനിക്ക് ന്യൂഡ് മേക്കപ്പ് ഒന്നും വേണ്ട, ഐ വാണ്ട് എ ബോൾഡ് ലിപ്പ്. അത് പ്രോപ്പർ ആയിട്ട് ന്യൂഡ് മേക്കപ്പ് എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ദി എമൗണ്ട് ഓഫ് മേക്കപ്പ് റിയലി, ഇറ്റ്സ് ദി ഔട്ട്പുട്ട്. അതായത് ഒരു ന്യൂട്രൽ ആയിട്ട് ഇരിക്കുക, ഒന്നും വളരെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു മോണോക്രോമാറ്റിക് ഒരു ഔട്ട് കിട്ടണ അത്രേ ഉള്ളൂ. അതില് ലെയർ ചെയ്യണതും എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യണം, അതിലൊരു ഇതുമില്ല. ആൻഡ് ഓൾസോ ന്യൂഡ് മേക്കപ്പ് അച്ചീവ് ചെയ്യാൻ ഇറ്റ്സ് ഈവൻ മോർ ചാലഞ്ചിങ് ബിക്കോസ് യു ഷുഡ് യൂസ് എ റൈറ്റ് എമൗണ്ട് ഓഫ് പ്രോഡക്ട്സ്. അതൊക്കെ ഭയങ്കര കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്ത് അതെ അത്ര കറക്റ്റ് ആയിട്ട് ലെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഔട്ട് മാറും. അപ്പം ഡോണ്ട് തിങ്ക് ദാറ്റ് ന്യൂഡ് മേക്കപ്പ് ഇസ് ലെസ് മേക്കപ്പ്. ഇറ്റ്സ് എ റൈറ്റ് എമൗണ്ട് ഓഫ് മേക്കപ്പ് ഓൺ റൈറ്റ് ടൈപ്പ്, ലൈക്ക് നമ്മുടെ റൈറ്റ് പ്ലേസസ് റാദർ. അപ്പം ടു ബി ഓണസ്റ്റ് ഒരു ലൗഡ് മേക്കപ്പ് ചെയ്യാനാണെങ്കിൽ ന്യൂഡ് മേക്കപ്പിനെക്കാളും സുഖം, എഫേർട്ടും കുറവ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലൗഡ് മേക്കപ്പ് ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം, നമുക്ക് അങ്ങോട്ട് വേഗം ചെയ്ത് പോകാം. ന്യൂഡ് മേക്കപ്പ് യു നീഡ് ടു ബി വെരി മെറ്റിക്കുലസ്ലി, ലൈക്ക് ആ ഒരു പ്രോസസ്സ് അങ്ങനെ വൃത്തിക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഔട്ട് കിട്ടില്ല. I don't know whether is that the particular reason, like nude makeup ഒരു ട്രെൻഡ് ആയതുകൊണ്ടാണോ? I don't know whether you need to answer to that question. അതുകൊണ്ടാണോ അവർ ആ ഒരു പ്രൊഫൈലിൽ ന്യൂഡ് മേക്കപ്പ് ആർട്ടിസ്റ്റിന് കൊടുക്കുന്നതെന്ന് പറയാൻ എനിക്കൊരു കാരണം, ബിക്കോസ് ഇറ്റ് ഹാസ് ബിക്കം എ ട്രെൻഡ് ഇൻ എവറിബഡീസ് ഹെഡ്, എല്ലാ ബ്രൈഡിൻ്റെ ഹെഡ്. ബിക്കോസ് whenever I talk to this bride, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ബ്രൈഡ്സിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ യു ഓൾവേസ് നീഡ് ടു ടേക്ക് കെയർ ഓഫ് ദ ഹെയർ സ്റ്റൈലിംഗ് ഓൾസോ ബിഫോർ ഓൺലി മേക്കപ്പ് മാത്രമല്ല, ഒരു നല്ലൊരു ഹെയർ സ്റ്റൈലിസ്റ്റും കൂടി ആണ് നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. അല്ലാതെ മേക്കപ്പ് മാത്രമല്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറയുന്നത് ന്യൂഡ് മേക്കപ്പിൻ്റെ കുറേ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഐ ഹാവ് ഹേർഡ് ലോട്ട് ഓഫ് ബ്രൈഡ്സ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ കുറേ പേര് ന്യൂഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് മാത്രമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഒരു ആർട്ടിസ്റ്റ് അത് മാത്രം ചെയ്യുന്നില്ല. ഹി മസ്റ്റ് ഓർ ഹി ഓർ ഷീ വുഡ് ബി കേപ്പബിൾ ഓഫ് ഡൂയിങ് എവറിഥിങ്. പക്ഷെ ആള് പോർട്ട്ഫോളിയോയിൽ ഇടുന്നത് ന്യൂഡ് മേക്കപ്പ് മാത്രം. അതന്നെ ആ ഒരു നീഷില് അത് അവര് അങ്ങനെ തന്നെ പോർട്രേ ചെയ്യാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ലോട്ട് ഓഫ്
people who prefer that over loud makeup. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരെ നോട്ട് മേക്കപ്പ് ലുക്ക് മതി, ചേച്ചിയാണ് നോട്ട് ലുക്ക് മേക്കപ്പ് ലുക്ക് മതി പറയും. ആൻഡ് അതും ഓവർ ദി ഇയേഴ്സ് എനിക്ക് കണ്ടേക്കുന്ന ഒരു ഡിഫറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ട്രസ്റ്റ് യു. കുറച്ച് കാലം ഫീൽഡിലിരിക്കും പറയും ചേച്ചി ചെയ്തോളൂ, ചേച്ചി വാട്ട് എവർ വർക്ക്സ് ഫോർ മീ ചെയ്തോളൂ പറയും. മുമ്പൊക്കെ അത് ഭയങ്കര ഇന്നത് വേണ്ടി നമുക്ക് ടെൻഷൻ. ഇപ്പം ദേ ട്രസ്റ്റ് യു കംപ്ലീറ്റ്ലി. അപ്പം പേഴ്സണലി ഐ ലൈക്ക് ന്യൂഡ് മേക്കപ്പ്. പക്ഷെ നമ്മൾ ന്യൂഡ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ വാഷ് ഔട്ട് ചെയ്യുന്ന ടൈപ്പ് ടോൺസ് ഇട്ട് കൊടുത്ത് അവരെ ഒരുമാതിരി അൺഹെൽത്തി ആക്കുന്ന ഒരു അവസ്ഥ വരരുത്. ലൈക്ക് എല്ലാവർക്കും ഒരു ടോൺ ഓഫ് ബ്രൗൺ കളർ തിയറിയും പരിപാടിയൊക്കെ ഉണ്ട്. That's a whole other topic to get into. I think you guys also have some color theories, everything, right? അതിപ്പോൾ എൻ്റെ ഒരു ആർക്കിടെക്ചർ ആ സമയം തൊട്ടിട്ട് തലയിൽ ഇങ്ങനെ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. പക്ഷെ ടു സം പീപ്പിൾ ഇറ്റ്സ് ബിൻ ചാലഞ്ചിങ് കേട്ടിട്ട് ചില ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ ഡസ്കി സ്കിൻ അങ്ങനെ എന്തെങ്കിലും പെർട്ടിക്കുലർ തിങ്സ് വാട്ട് യു ഫോർ മീ ഐ ലവ് വർക്കിംഗ് ഓൺ ഡസ്കി സ്കിൻ. അത് എൻ്റെ കുറച്ച് പേര് ഡസ്കി ആണ്, ഞാൻ ചേച്ചി ഓക്കെ ആണോ കുറച്ച് അയച്ചു കൊടുത്തു. ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോന്ന് എടുത്ത് കാണിക്കും ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള ബ്രൈറ്റ്സ്. ആൻഡ് ഡസ്കി സ്കിൻ എന്ന് പറയാൻ ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ദ ലുക്ക്. ഞാൻ പറഞ്ഞ മൊത്തം സ്റ്റൈലിങ് ലൈക്ക് ജ്വല്ലറി എല്ലാം നോക്കിയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ everything matters alla everything matters, even the jewelries, everything. അതാ പറഞ്ഞ ജസ്റ്റ് ഐ ട്രൈ ടു കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് സട്ടിൽ, നത്തിങ് ഓവർ പവറിങ് ഫേസ് ചെയ്യാറില്ല. ഈ ജ്വല്ലറീസിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴാണ് ബിക്കോസ് ഓരോ മേക്കപ്പിന്റെ ഇതിനും അല്ലെങ്കിൽ അവരുടെ ഒരു സ്കിൻ ടോണിനനുസരിച്ചുള്ള ജ്വല്ലറീസ് വെൻ ദേ സെൻഡ് യു ദ പിക്ചേഴ്സ്, do you give a suggestion to them, you know, ഈ കളേഴ്സ് എടുക്കുകയാണെങ്കിൽ it will be better ജ്വല്ലറീസിലേക്ക് വരുമ്പോൾ do you suggest those kind of things? ഒത്തിരി പേര് ഇപ്പം അറ്റയർ എടുത്തു കഴിഞ്ഞ് ട്രയലിന് പോയി കഴിയുമ്പം ഗോൾഡ് ഒന്നും അല്ലെങ്കിൽ ഗോൾഡൊക്കെ ആണെങ്കിൽ കുറച്ച് പേര് ആദ്യം ചോദിക്കും ചേച്ചി കെൻ യു ഗിവ് അ സജഷൻസ്, ഇങ്ങനെയാണ് നെക്ക് വരുന്നത്, ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ലെഹങ്ക അല്ലെങ്കിൽ അറ്റയർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ തന്നെ ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ സജഷൻ ഉണ്ട്. അപ്പോൾ ഐ ഹാവ് എ ഫോൾഡർ ഫോർ ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ അയച്ചു കൊടുക്കും. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളതും വാട്ട് എവർ വർക്ക്സ് ഫോർ ദം ഒക്കെ അയക്കും. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ അവർ അത് വെച്ച് പോകും. പക്ഷെ വാട്ട് ഇസ് അവൈലബിൾ ടു ദം അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ളല്ലോ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ട്രൈ ടു ഡു അവർ മാക്സിമം അതിന് ക്ലോസ് ആയിട്ടുള്ള എടുക്കും. പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് എ സജഷൻ. വീട്ടുകാരും എല്ലാവരും സമ്മതിക്കണല്ലോ. അപ്പോൾ അങ്ങനെ ജ്വല്ലറി എസ്പെഷ്യലി പ്രഷ്യസ് ജ്വല്ലറി ആണെങ്കിൽ ദാറ്റ് ഇസ് നമുക്കധികം സെയില്ല. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. അൺലെസ് ലൈക്ക് അവർക്ക് എല്ലാം ചെയ്ത് പണിയിപ്പിക്കണം, അതങ്ങനെ ചെയ്യണവർ വളരെ കുറവാണ്. എന്തെങ്കിലും കേട്ടെ. പക്ഷെ ഇപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഒത്തിരി ഗോൾഡ് ജ്വല്ലറിയിൽ തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒത്തിരി ജ്വല്ലറി ഇപ്പോൾ വരുന്നുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് എക്സ്പാൻഡിങ് യുവർ സെർച്ച്. കൊച്ചി എല്ലാവരുടെയും പോയി ഒന്ന് നോക്കി എനിത്തിങ് ദാറ്റ് നമ്മുടെ ഫേസിന് പാരമീറ്ററിൽ വരുന്ന എന്ത് ജ്വല്ലറിയും നിങ്ങൾ വെച്ച് നോക്കിയിട്ട് എടുക്കാമെന്ന് ഞാൻ പറയും. മാങ്ടിക്ക, കമ്മല്, ചോക്കർ അത് നിങ്ങളുടെ ഫേസിൽ വെച്ച് നോക്കുക. ആൻഡ് നത്തിങ് ദാറ്റ് നമ്മുടെ ഇതൊരു ഡ്രസ്സ് സട്ടിൽ എല്ലാം സട്ടിലാണെങ്കിൽ ജ്വല്ലറി സ്റ്റേറ്റ്മെൻറ്റ് ആക്കുക. അല്ലാണ്ട് എല്ലാം കൂടെ ക്ലാഷ് ചെയ്യരുത് എന്നൊക്കെ പറയും. പക്ഷെ അഫ്കോഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ബ്രൈഡ്സ് കോൾ. Whatever she likes, she can go for it. So let's, before ending this podcast session, if you really want to give some 5 tips for the brides 5 tips coming up, anything which you suggest. 5 tips എന്ന് പറഞ്ഞാൽ ഓക്കെ, സ്കിൻ കെയറിനെ കുറിച്ച് പറഞ്ഞാലും that would be better. അല്ല എനിവേ ഞാൻ ആദ്യം മുതൽ പറയുകയാണെങ്കിൽ ഡേറ്റ് കിട്ടുമ്പോൾ തന്നെ ബ്ലോക്ക് യുവർ വെൻഡേഴ്സ്. ഇഫ് യു ഹാവ് സമൺ ഇൻ മൈൻഡ്, ബ്ലോക്ക് ദം. കാരണം നമ്മൾ അടുത്ത വർഷമാണ് അല്ലെങ്കിൽ ഒരു ജാനുവരി, ഇപ്പം നമ്മൾ ജൂൺ ജൂലൈയിലിരിക്കുന്നു, ജാനാണ് സമയമുണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ യു മൈറ്റ് നോട്ട് ഗെറ്റ് ദ റൈറ്റ് വെൻഡേഴ്സ്. അപ്പം ഡു യുവർ ഹോം വർക്ക് ആൻഡ് ബുക്ക് ദം, കോൾ ദം, ബുക്ക് ദം, ട്രസ്റ്റ് ദം. ആഫ്റ്റർ ബുക്കിംഗ് ദം ട്രസ്റ്റ് ദം. അത് ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ട്രസ്റ്റ് ദം. അതൊരു വലിയ കാര്യമാണ്. അപ്പം അതൊന്ന്. പിന്നെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താ പറയുക, ഒരു റുട്ടീൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. എല്ലാവരും വർക്കിംഗ് ആണ്, എല്ലാവരും ബിസിയാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും പെർട്ടിക്കുലർ കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ PCOS ഒക്കെ ഉള്ള പിള്ളേർ ഒത്തിരി പേരുണ്ട്, അല്ലെങ്കിൽ തൈറോയിഡ് മാൽഫങ്ഷൻ അങ്ങനെയുള്ളവരൊക്കെ ഗോ ടു ഡെർമാറ്റ്, സ്റ്റാർട്ട് യുവർ ട്രീറ്റ്മെൻറ്റ്. പുറത്തൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. സോ ഓഫ് കോഴ്സ് എന്തെങ്കിലും ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ വൺ തിങ് ഐ വുഡ് ആസ്ക് ദം ടു റിഫ്രെയിൻ ഫ്രം ട്രൈങ് ഔട്ട് എ ലോട്ട് ഓഫ് സാധനങ്ങൾ. ഇനി ഈ ഒരു 6 month ഗ്യാപ്പിൽ ഓരോന്ന് ട്രൈ ചെയ്യരുത്. യുവർ സ്കിൻ വിൽ ഡ്രൈ ഔട്ട്. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവും. ചിലൻ്റെ സ്കിൻ ക്യാൻ ടേക്ക് ഇറ്റ്. പക്ഷേ ഞാൻ ഈ സ്കിൻ കെയറിനെ കുറിച്ച് പൊതുവേ ഒത്തിരി പറയാത്ത ആളാണ്. ബിക്കോസ് ഐ പേഴ്സണലി ഡോണ്ട് ബിലീവ് ഐ ഹാവ് ദ റൈറ്റ് ടു ഡു ഇറ്റ്. കാരണം ഒരു ഹാഫ് നോളജ് ആണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഡെർമാറ്റിൻ്റെ മാതിരി പറയാനുള്ള റൈറ്റ് ഇല്ല എനിക്ക്.
അപ്പോൾ ഐ ഓൾവേസ് ടെൽ ദം, പിന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് കിട്ടാണ്ട് പോരുത്. അത് ഞാനും അല്ല എക്സ്പേർട്ട്, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എനിക്ക് അന്നത്തെ നിങ്ങളുടെ സ്കിൻ പ്രെപ്പിനുള്ള റൈറ്റ് എനിക്കുള്ളൂ. അത് ഞാൻ കറക്റ്റ് നിങ്ങളുടെ സ്കിൻ നോക്കി ചെയ്യും. പക്ഷെ ആ സ്കിൻ അതുവരെ എത്തിക്കുന്നതിൻ്റെ റൈറ്റ് ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ് ആൻഡ് യുവർ ഡെർമാറ്റ്. അവർക്കാണ് ഫുൾ നോളജ് ഉള്ളൂ. ഞാൻ ഒരിക്കലും പിന്നെ ഫേഷ്യൽ ചെയ്തോട്ടെ ഹൈഡ്രോ ഫേഷ്യൽ ചെയ്തോട്ടെ പറയുമ്പോൾ ഞാൻ പറയും എനിക്കത് അറിയത്തില്ല നിങ്ങളുടെ സ്കിന്ന് സൂട്ടാവുമെന്ന്. സോ യു കൺസൾട്ട് ദി എക്സ്പേർട്ട് ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ. ഞാൻ അങ്ങനെ പൊതുവേ ഞാനൊന്നും പറയാറില്ല സ്കിൻ കെയറിന് പറ്റിയിട്ട്. പക്ഷേ ഓഫ്കോഴ്സ് സ്റ്റേ ഹൈഡ്രേറ്റഡ്, ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന്, ജങ്കൊക്കെ വല്ലാണ്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റാർട്ട് ലിമിറ്റിങ് അതിൻ്റെ ഇൻടേക്ക് ഒക്കെ, അതൊക്കെ പറയും. പിന്നെ ചില കാര്യങ്ങൾ വാക്സിൻ പരിപാടികളൊക്കെ ബാക്കിൽ വാക്സ് ചെയ്തത് ബാക്ക് ആക്നി വരും. ഡോൺസ് ഞാൻ കൂടുതൽ പറഞ്ഞു കൊടുക്കും മോർ ദാൻ ഡൂസ്. കാരണം നമുക്ക് ഡോൺസ് എന്നാണ് നമ്മൾ കുറേ പഠിച്ചേക്കണത്. അപ്പോൾ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ലൈക്ക് ബാക്ക് വാക്സ് ചെയ്യരുത്, ഫേസ് വാക്സ് ചെയ്യരുത്, അതുമാതിരി പീലിംഗ് ഒന്നും ക്ലോസ് ടു ദ റീച്ച് ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. ഈ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ. അപ്പം അത്രേ ടിപ്സായിട്ട് എനിക്ക് പറയാനുള്ളൂ. Okay, thank you, Sana, and thank you so much for being with us. Thank you so much for being on the couch now with us. Thank you for having me on the show. It was our pleasure. Yeah. And we'll be catching up with very soon on any of future projects as well. And thank you so much. Thank you for having me.